കൃപാസനം മരിയൻ ഉടമ്പടി ധ്യാനത്തിലേക്ക് നമ്മൾ ഭക്തിപൂർവ്വം പ്രവേശിക്കുകയാണ്. ഈശോയുടെ നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. ദൈവപിതാവിനാൽ ആകർഷിക്കപ്പെട്ടിട്ട് പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷയായ ഈ അൾത്താരയിൽ ഈ സമയം നമ്മളെ ഒരുമിച്ച് കൂട്ടിയ ദൈവപിതാവിൻ്റെ സ്നേഹത്തിന് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 ഇതുപോലൊരു ആരാധന മധ്യേയാണ് ദൈവമാതാവ് സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ഈ അൾത്താരയിൽ പ്രത്യക്ഷയായിക്കൊണ്ട് ദുരന്തം ഉണ്ടാകുവാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്ന വലിയ ദൈവിക സന്ദേശം കൈമാറിയത്. ജീവിതത്തിൻ്റെ വലിയ ദുരന്തമുഖങ്ങളിലായിരുന്നു കൊണ്ടാണ് നമ്മളും പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് ഈശോയുടെ കരുണയ്ക്ക് വേണ്ടി ദൈവപിതാവിൻ്റെ വലിയ കരുതലിന് വേണ്ടി നോക്കി പാർക്കുന്നത്. ഈ ധ്യാനം നയിക്കുവാൻ പോകുന്ന കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ ദൈവപിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഈശോയെ, ഈ ആരാധനയിലൂടെ നീളം നീ തന്നെ അച്ഛനിലൂടെ ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മരിയൻ ഉടമ്പടി നിബന്ധനകൾ വിശ്വസ്തതാപൂർവം ദൈവസ്നേഹത്തോടെ പാലിക്കുവാനുള്ള അധിക അഭിഷേകം ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മരിയൻ ഉടമ്പടിയിൽ വന്നുപോയിട്ടുള്ള എല്ലാ പാകപ്പിഴകളും പരിഹരിക്കുവാൻ ഈശോയെ അധിക ബലം ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. 2015 മുതൽ കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുത്തു പോയിട്ടുള്ള മുഴുവൻ മക്കളെയും അൾത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥനെ വരവേറ്റുകൊണ്ട് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ ബൈബിള് പൊതുവെ പരിശോധിക്കുമ്പോൾ നമ്മൾ കണ്ടെത്തുന്ന പൊതുവായ ഒരു ഇംപ്രഷൻ, ലൈഫ് ഈസ് നോട്ട് ദാറ്റ് ഈസി എന്നാണ്. എല്ലാ വചനങ്ങളുടെയും ഉള്ളിലൂടെ ഈ നട്ടലിൻ്റെ കൂടെ
സ്പൈനൽ കോഡ് പോകുന്നത് പോലെ, ഈ സ്പൈൻ പോകുന്ന പോലെ എല്ലാ വചനങ്ങളിലും ഒരു ശക്തമായ വെളിപാടുണ്ട്. എന്താണ്? ലൈഫ് ഈസ് നോട്ട് ദാറ്റ് ഈസി. ജീവിതം അത്ര ലളിതമല്ല. ജീവിക്കാൻ ഇത്തിരി പാടാണ്. അതാണ്. അപ്പോൾ ജീവിക്കാൻ ഇത്തിരി പാടാണെന്നുള്ളത് ബൈബിള് പറയാതെ പല വചനങ്ങളിലൂടെയും പറയുന്നുണ്ട്. അങ്ങനെ ജീവിതം ഭാരപ്പെടുമ്പോൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഗലാത്യ ലേഖനയില്ലേ, ശ്രുതികട ഹല്ലേലൂയ, ഗലാത്യർ 6-ാം അധ്യായം 5-ാം വാക്യം വായിച്ച്, എന്തെന്നാൽ ഓരോരുത്തരും സ്വന്തം ഭാരം വഹിച്ചേ മതിയാവൂ. കാലത്തിനൊപ്പം വളരണമെങ്കിൽ ഓരോരുത്തരും സ്വന്തം ഭാരം വഹിച്ചേ മതിയാവൂ. അത് ബൈബിളിൻ്റെ പ്രഖ്യാപിത നിലപാടാണ്. കൊച്ചും കുഞ്ഞും വലുതും ആരായാലും ജീവിതം അതിൻ്റെതായിട്ടുള്ള ഭാരമുണ്ട്. അത് സത്യസന്ധമായി അതിനെ സമീപിക്കണം. ആ ഭാരം വഹിച്ചേ മതിയാവൂ. ഈ ഒരു ബൈബിൾ മുന്നോട്ട് വെക്കുന്ന ഈ കോൺസെപ്റ്റ് നമുക്ക് അനുഭവത്തിൽ നിന്നറിയാം, അല്ലേ? ഇപ്പോൾ ഓരോരുത്തരും ഇവിടം വരെ എങ്ങനെ എത്തിയെന്ന് നോക്കിയാൽ ഈ ഭാരം വഹിച്ചു തന്നെയാണ് എത്തിയത്. ഭാരം വഹിച്ചു തന്നെ എത്തിയത്. ഈശോയുടെ വചനങ്ങളിൽ നിഴലായിട്ട് ഇത് കിടക്കുന്നുണ്ട്. ഈശോയുടെ വചനങ്ങളിൽ ജീവിതം ഭാരപ്പെട്ടതാണ് എന്നുള്ള സൂചന ഈശോയുടെ വചനങ്ങളിലും ഉണ്ട്. അപ്പോൾ ഈശോയും ഈ വചനത്തെ ജീവിതം നിസ്സാരമല്ല, അത് ഭാരപ്പെട്ടതാണെന്നുള്ള കോൺസെപ്റ്റ് തന്നെയാണ് ഈശോയുടെ വെളിപാടുകളും പോണത്. പ്രത്യേകിച്ച് മത്തായി 11:28 വായിച്ച്, ശ്രുതികട ഹല്ലേലൂയ, മത്തായി 11:28. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അപ്പൊ ഈ ഇവിടുത്തെ വിഷയം ഈശോ പറയണത് ലൈഫ് കുറച്ച് വെയിറ്റുള്ളതാണ്. അത് ഈശോ അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയണതാണ്. ഈശോയുടെ ഒരു സത്യസന്ധത എന്ന് പറയണത് ജീവിതം ഭാരപ്പെട്ടതാണ്. എങ്കിലും എന്തു ചെയ്യണം? ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. ആ ഭാരം മൊത്തം ഏറ്റുമടിക്കാമെന്ന് പറയണില്ല. അത് ഭയങ്കര സത്യസന്ധതയാണ് ശരിക്കും. നിങ്ങളുടെ ഭാരം ഞാൻ മൊത്തം ഇങ്ങോട്ട് ഏറ്റെടുത്തേക്കാമെന്ന് പറയണില്ല. ജസ്റ്റ് എന്താ പറയണത്? ഐ വിൽ കൺസോൾ യു. ഞാൻ നിന്നെ. അപ്പോൾ ആശ്വാസം മാത്രമാണ് കിട്ടണത്. ഭാരം അപ്പോഴും നമ്മൾ ആര് വഹിക്കണം? ഇത് നമ്മൾ അംഗീകരിക്കണം. അപ്പോൾ ഈ ലൈഫ് ഉയർത്തുന്ന ഒരു ചാലഞ്ചുണ്ട്, ജീവിതം ഉയർത്തുന്ന ഒരു വെല്ലുവിളിയുണ്ട്. എന്താണ്? ഭാരത്തെ. അതാണ് ബൈബിൾ പറയണത്, അവനവൻ്റെ ഭാരങ്ങൾ നിങ്ങൾ വഹിച്ചേ മതിയാവൂ. പിന്നെ ഭാരം ദൈവത്തെ ഏൽപ്പിക്കാൻ പറയുന്ന ഭാഗങ്ങളുണ്ട്. ചില ഭാരങ്ങൾ നമുക്ക് ദൈവത്തെ കാര്യം നമ്മളെ കൊണ്ട് പറ്റാത്ത ഭാരങ്ങളാണ്. പറ്റാത്ത ഭാരങ്ങൾ ഭാരത്തിൽ ചുമക്കാൻ പറ്റാത്തതുകൊണ്ട് പറ്റുന്നതുകൊണ്ട്. പറ്റാത്ത ഭാരങ്ങൾ പിന്നെ എന്തു ചെയ്യാനായി? അത് ഇടയ്ക്കിട്ടച്ച് കളയാൻ പറയുന്നില്ല. പറ്റാത്ത ഭാരങ്ങൾ ഉണ്ടാകും. ഇപ്പം നിങ്ങളുടെ ജീവിതത്തിലൊക്കെ പറ്റാത്ത ഭാരം, നിങ്ങളുടെ വരുമാനം ഒരാളുടെ വരുമാനമേ ഉള്ളൂ, 4 പേർക്ക് ചിലവുണ്ട്, അതിൽ അപ്പനും അമ്മയും മരുന്നാണ്, അവർ കിടപ്പാണ്. അപ്പോൾ ഭാരം ഒക്കണില്ലല്ല, ടാലി ആകണില്ല. പറ്റാത്ത ഭാരമുണ്ട്. ഈ താങ്ങാൻ പറ്റാത്ത ഭാരമാണ് നമ്മൾ ഉടമ്പടിയിൽ അഡ്രസ്സ് ചെയ്യണത്. അതുകൊണ്ടാണ് ആ വാക്ക് അങ്ങനെ പോണത്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. മെറിറ്റിൽ നമുക്ക് താങ്ങാവുന്ന ഭാരങ്ങളാണ് മെറിറ്റിൽ വരണത്. നമ്മുടെ ബുദ്ധി, നമ്മുടെ ശക്തി, എക്സ്പീരിയൻസ് എല്ലാം കൊണ്ട് നമുക്ക് താങ്ങാവുന്ന ഭാരമുണ്ട്. ഉടമ്പടി അഡ്രസ്സ് ചെയ്യണത് താങ്ങാവുന്ന ഭാരത്തെ അല്ല, താങ്ങാൻ പറ്റാത്ത ഭാരമാണ്. താങ്ങാൻ പറ്റാത്ത ഭാരം. ഇപ്പോൾ ഈ ദിവസങ്ങളിലുള്ള സാക്ഷ്യങ്ങളിൽ നിന്നാണ് ഞാൻ ഇതെല്ലാം പറയണത്.
ഒരു സാക്ഷ്യം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ കുറച്ച് സുവിശേഷ സന്ദേശങ്ങളാണ് ആമുഖമായിട്ട് ഞാൻ പറഞ്ഞത്. അത് താങ്ങാൻ പറ്റാത്ത ഭാരം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ദിവ്യ എന്നും പറഞ്ഞൊരു നേഴ്സ് വയനാട്ടിലുള്ള അവർ ഒരു സാക്ഷ്യം പറഞ്ഞു. എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി ആ സാക്ഷ്യം കേട്ടപ്പോൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു GNM ജനറൽ നേഴ്സാണ്. ഇവരുടെ താങ്ങാൻ പറ്റാത്ത ഭാരം എന്താണ്? ഇവരെ ജനറൽ നേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, സാധാരണ ഒരു നേഴ്സിംഗ് BSc സ്കിൽഡ് പ്രൊഫഷണലല്ല. അപ്പോൾ ഈ സാധാരണ നേഴ്സിന് കൂടിപ്പോയി കിട്ടാവുന്ന ശമ്പളം 30,000 രൂപ അവരൊക്കെ കിട്ടത്തുള്ളൂ. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇവരെ ആവശ്യമില്ല. പലപ്പോഴും ഈ ഉടമ്പടി കൊണ്ട് കുറേ ആൾക്കാർ ചാടിപ്പോയി എന്നുള്ള കാര്യം സത്യമാണ്. GNMകാർ ഒത്തിരി പേര് ഉടമ്പടിയിൽ നിന്ന് ചാടിപ്പോയിട്ടുണ്ട്. അത് അമ്മ ചിറക് കൊടുത്തിട്ട് പറപ്പിച്ച് വിട്ടതാണ്. അല്ലാത്ത ആൾക്കാരൊക്കെ നാട്ടിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ദിവ്യയുടെ പ്രശ്നം എന്ന് പറയുന്നത്, ദിവ്യയുടെ വീട്ടിൽ 15 ലക്ഷം കടമുണ്ട്. അപ്പോൾ ഈ 2 കുഞ്ഞുങ്ങളെ, ഒരു കുഞ്ഞിനെ പഠിപ്പിക്കാനുണ്ട് അവർക്ക്. അപ്പം തന്നെ കുടുംബം മൂക്കറ്റം ഇങ്ങനെ മുങ്ങി നിൽക്കുന്ന കണ്ടീഷനാണ്. കര പിടിക്കാൻ പാടായിരിക്കും. കാര്യം ഇപ്പം തന്നെ 15 ലക്ഷം കടവാണ്. അപ്പനും അമ്മയും അങ്ങോട്ട് ചെല്ലുന്തോറും പ്രോഗ്രസ് ചെയ്തിരിക്കുന്നത് ഓൾഡ് ഏജിലേക്കാണ് പ്രോഗ്രസ് ചെയ്യണത്. മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും വയസ്സിൻ്റെ ആവശ്യതകൾ വരുന്നുണ്ട്, ജോലിക്കേട് വരുന്നുണ്ട്, വരുമാനക്കുറവ് വരുന്നുണ്ട്. അപ്പോൾ ഭാവിയിലേക്ക് നോക്കിയിട്ട് ഇരുട്ടാണ്. കാര്യം 15 ലക്ഷം കടവുണ്ട്, അതിൻ്റെ ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പനും അമ്മയും പ്രായത്തിലേക്ക് കിടക്കുന്നു, വരുമാന വഴികൾ അടഞ്ഞു പോകുന്നു, ഇരുട്ട് കയറുന്നു. ഈ ഇരുട്ട് കയറുന്ന കാലത്ത് കർത്താവ് ഒരു അപ്പക്കഷ്ണം ഇട്ട് കൊടുക്കും അവൾക്ക്. എന്താണ്? ഒരു വചനമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇരുട്ട് അവൾക്ക് 15 ലക്ഷം, അവൾക്ക് GNM ഉള്ളൂ. ഇതുകൊണ്ട് നമ്മൾ എങ്ങനെ ജോലി ചെയ്താലും ഈ 15 ലക്ഷത്തിൻ്റെ കടം അടയത്തില്ല. അതാണ് വിഷയം. പിന്നെ അവൾക്ക് കല്യാണം കഴിച്ചു പോകണം, അനിയത്തിനെ പഠിപ്പിക്കണം, ഇതൊന്നും നടക്കത്തില്ല. ജീവിതം അതിൻ്റെ മുഴുവൻ ഭാരങ്ങൾ ഒറ്റയടിക്ക് ഒരു സ്ഥലത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണം. ഇപ്പം ചില നമ്മൾ കടത്തുള്ളതൊക്കെ പോകുമ്പോൾ കുറേ ആൾക്കാരൊക്കെ പണ്ട് മരിച്ചത് എങ്ങനെയാണ്? ആരെങ്കിലും ഒരുത്തം കയറി ഒരു വില്ലിക്ക് ചവിട്ടും, ഭാരമെല്ലാം അങ്ങോട്ട് വരുമ്പോൾ വെള്ളം അങ്ങോട്ട് കവന്നു പോകും. അതുപോലെ ഭാരം ഒരു മൂലക്ക് തൂങ്ങാൻ തുടങ്ങി. ആര്? ഇവരുടെ അപ്പനും അമ്മയും വയസ്സായിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് പഴയതുപോലെ ചിന്തിക്കാനോ ചാലഞ്ച് എടുക്കാനോ ഉള്ള കലിബർ ഇല്ല. കാശില്ലെന്നേ അപ്പം പറയുന്നുള്ളൂ, വേറെ ഒന്നും പറയാൻ പറ്റണില്ല. ജീവിതം കയ്യിൽ നിന്ന് വിട്ടുപോയത് കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ അദ്ദേഹം കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. ഇവിടം വരെ തുഴഞ്ഞു, ഇനി തുഴയാൻ പറ്റത്തില്ലെന്ന് പറയുന്നത് കൊണ്ടാണ് കാശില്ല. നീ എവിടെയെങ്കിലും ജോലിക്ക് കയറുന്നാണ് അപ്പം പറയണത്. എന്നുവെച്ചാൽ തുഴഞ്ഞ് തളർന്ന്, അതുകൊണ്ടാണ് പറയണത് കാശില്ല, ഇനി പഠിക്കാൻ പറ്റത്തില്ല, നീ എവിടെയെങ്കിലും ജോലിക്ക് കയറുമെന്ന് പറഞ്ഞു. ആ അപ്പന്മാരുടെയൊക്കെ ഒരു സങ്കടമെന്ന് പറയണത് ഇതൊക്കെയാണ് ബൈബിൾ അഡ്രസ്സ് ചെയ്യണത്. അതാണ് ഭാരം വഹിക്കുന്നവനെ നിങ്ങൾ എൻ്റെ അടുക്ക വരിക എന്ന് പറയുന്ന കാര്യം. ജീവിതം ഭാരപ്പെട്ടതാണെന്ന് ഈ ഔസപിതാവിൻ്റെയും മാതാവിൻ്റെയും ജീവിതം കണ്ടപ്പോൾ ഈശോയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. സങ്കീർത്തനം 37:5 നിന്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക, കർത്താവിൽ വിശ്വാസമർപ്പിക്കുക, അവിടുന്ന് നോക്കിക്കൊള്ളും. ഈ സങ്കീർത്തനത്തിന് ഇങ്ങനെ ഒരു ഇടക്കാലം കൊണ്ട് എനിക്ക് എത്രയോ വർഷമെടുത്താണ് വെളിപാട് ദൈവം നൽകുന്നത്. അതിൽ ജീവിതത്തിന് താക്കോലായിരിക്കുന്ന ഒരു വചനമാണ്. എന്താണ്? അതുപോലും നോക്കിയിട്ട് കിട്ടണില്ല, അത് എവിടെയോ ഒളിച്ചിരിക്കണം ആ വചനം. എന്താ പറയണത്? ഒന്നിനു വായിച്ച് സങ്കീർത്തനം 37
5. നിന്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക. കർത്താവിൽ വിശ്വാസമർപ്പിക്കുക. അവിടുന്ന് നോക്കിക്കൊള്ളും. അപ്പൊ നമുക്ക് താങ്ങാനാവാത്ത ഭാരമായ ജീവിതം ആരെ ഏൽപ്പിക്കാനുള്ളതാണ്? കർത്താവിനെ ഏൽപ്പിക്കാനുള്ളതാണ്. ഇങ്ങനെ കർത്താവിനെ ഏൽപ്പിക്കാൻ പല മാർഗങ്ങളുണ്ടെങ്കിലും ഏറ്റിരിക്കുന്നുവെന്ന് കർത്താവ് ഇങ്ങോട്ട് പറയുന്ന നമുക്ക് അക്നോളജ്മെൻ്റ് കിട്ടുന്ന ഒരു സംഭവം ഉടമ്പടി മാത്രമേ ഉള്ളൂ. ഇപ്പം നമുക്ക് സെൻഡ് ചെയ്യാം, ഒരു അക്നോളജ്മെൻ്റ് അത് കൈപ്പറ്റിയതായിട്ട് രസീത് കിട്ടത്തില്ല. ഉടമ്പടിയുടെ ഏറ്റവും വലിയ വിജയം കൈപ്പറ്റി രസീത് കിട്ടുമെന്നുള്ളതാണ്. അത് രേഖയാണല്ലോ, അത് കോടതിയിലും കാണിക്കാം. കൈപ്പറ്റി രസീത് കിട്ടണമെന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. പല ആൾക്കാരും കൈപ്പറ്റി രസീത് കൊടുക്കത്തില്ല. സാധനം കൈപ്പറ്റിയതായിട്ട് ഏക്കണ്ടേ, ഉത്തരവാദിത്തമുള്ളത്. അപ്പോൾ കൈപ്പറ്റി രസീത് കിട്ടണ ഒരു മാർഗം എന്താണ്? ഉടമ്പടിയാണ്. കാര്യം എന്താണ്? അത് വാഗ്ദാനങ്ങളിലുള്ളതാണ്. വാഗ്ദാനം ദൈവം ഒരു 0 ലെവലിൽ നിന്ന് മനുഷ്യനെ ഉയർത്തിക്കൊണ്ട് വരണത് വാഗ്ദാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരു പക്ഷേ നമ്മൾ 0 ആയിരിക്കാം, പക്ഷെ നമ്മളതുകൊണ്ട് സങ്കടപ്പെടേണ്ട കാര്യമില്ല. ഇതിന് ഈ 0 ലെവലിൽ നിന്ന് ഒരു മനുഷ്യനെ അടിക്കടി ദൈവം ഉയർത്തണത്. ഇപ്പം മാനവും പോയി, കാശും പോയി, ജീവിതവും ഇല്ല, പെരുവഴിയിലായി, നാട്ടുകാർക്കും വേണ്ട, വഴിയരികിലായി കിടക്കുന്ന ഒരു ജീവിതം. അതിനിങ്ങനെ ചുമ്മാ ഒരു ആശംസ കൊണ്ട് പൊക്കിയെടുക്കണ കാണാം. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. എസെക്കിയേൽ 16:7 മുതൽ വായിച്ചേ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ആരാധന ആരാധന യേശുവേ ആരാധന. എസെക്കിയേൽ 16:6 മുതലുള്ള തിരുവചനങ്ങൾ. എസെക്കിയേൽ 16:6. ഞാൻ നിന്റെ അടുക്കലൂടെ കടന്നു പോയപ്പോൾ നീ ചോരയിൽ കിടന്ന് ഉരുളുന്നത് കണ്ട് നിന്നോട് പറഞ്ഞു ജീവിക്കുക വയലിലെ ചെടി പോലെ വളരുക. എന്റെ ജീവിതത്തെ മാറ്റിമറിച്ചൊരു വചനമാണിത്. ഇത് ഈ വചനം എങ്ങാനും നമ്മുടെ മനസ്സിലെ മാംസമായ ജീവിതം ഇങ്ങനെ 16 ചിറകിൽ പറക്കണ കാണാം. ചുമ്മാ ഒരു ആശംസ കൊണ്ടാണ് ഒരാളെ പൊക്കിയെടുക്കണത്. എന്താണ്? ഒരു കുഞ്ഞ്, അത് അപ്പനും ഇല്ല അമ്മയും ഇല്ല, പ്രസവിച്ചിട്ട് വഴി ഉപേക്ഷിച്ച പോലെ ഇങ്ങനെ ചോരയെ കിടന്ന് പെരളുകയാണ്. എന്നിട്ട് പറയും, നിന്നെ ഉപ്പ് പുരട്ടിയില്ല. യഹൂദന്മാർ കുഞ്ഞുങ്ങൾക്ക് ആദ്യം ചെയ്യണ ഉപ്പ് പുരട്ടുക, പൊക്കിക്കൂടി മുറിച്ച് കളഞ്ഞിട്ട് ഉപ്പ് പുരട്ടും. അതാണ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയണത്. ഒരു കൊച്ചിന് കൊടുക്കുന്ന ഫസ്റ്റ് യഹൂദന്മാരൊരു കുഞ്ഞ് ജനിച്ച ആദ്യം കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് അതിൻ്റെ പൊക്കിൾക്കൊടി മുറിച്ച് കളഞ്ഞിട്ട് ഉപ്പ് പൊത്തി വെക്കും. അതാണ് അത് ആദ്യം ചെയ്യണത്. അതുപോലും കിട്ടാത്തൊരു കുഞ്ഞിനെക്കുറിച്ചാണ് ഇപ്പോൾ പറയണത്. ഇസ്രായേലിനെ കുറിച്ചാണ് പറയണമെങ്കിലും എല്ലാവർക്കും ഇത് ബാധകമാണ്. ആ ഭാഗം ഒന്ന് വായിച്ചേ. ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എസെക്കിയേൽ 16:4 മുതലുള്ള തിരുവചനങ്ങൾ. എസെക്കിയേൽ 16:4. നീ ജനിച്ച ദിവസം നിന്റെ പൊക്കിൽ കൊടി മുറിച്ചിരുന്നില്ല. ഒന്ന് ചിന്തിച്ചേ, പൊക്കിൽ കൊടി മുറിക്കാൻ പോലും ആളില്ലാത്തൊരു ജീവിതം. ബൈസ്റ്റാൻഡർ ഇല്ല, നേഴ്സില്ല. പണ്ടത്തെ രീതിയാണെങ്കിൽ ഹോം നേഴ്സ്, ഇന്നത്തെ അതുപോലെ തന്നെ പണ്ട് വയറ്റാട്ടിന്നും പറഞ്ഞൊരു സംഭവമില്ലേ, അവരാണല്ലോ ഇത് പ്രസവം എടുത്തുകൊണ്ടിരുന്ന നാട്ടിലൊക്കെ. അങ്ങനെ പോലും ഒരാളെ നിർത്താൻ കാശില്ല, ആളില്ല, നിർത്താൻ ആളില്ല. എന്തൊരവസ്ഥയാണ് ജീവിതത്തിന്. അതിൻ്റെ ഏറ്റവും മോശം കണ്ടീഷനിൽ ബൈബിൾ ഇങ്ങനെ കാണിക്കുകയാണ്. എന്താ പറയണത്? നീ ജനിച്ച കാലത്ത് പറഞ്ഞേ. നീ ജനിച്ച ദിവസം
നിന്റെ പൊക്കിൽ കൊടി മുറിച്ചിരുന്നില്ല. നിന്റെ പൊക്കിൽ കൊടി മുറിച്ചിരുന്നില്ല. നിന്നെ കുളിപ്പിച്ച് ശുദ്ധി വരുത്തിയില്ല. ദേഹത്ത് ഉപ്പ് പുരട്ടുകയോ പിള്ളക്കച്ചയിൽ പൊതിയുകയോ ചെയ്തിരുന്നില്ല. ഇവയിൽ ഒന്നെങ്കിലും ചെയ്യാൻ ആർക്കും ദയ തോന്നിയില്ല. അമ്മ മാതാവ് ഉണ്ണീശ്വനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞെന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കും പിള്ളക്കൊച്ച കൊണ്ട് പൊതിയണതാണ് ഫസ്റ്റ് എയ്ഡ് എന്ന്. അല്ല, ആർക്ക് മുമ്പ് എന്ത് ചെയ്യണം? പൊക്കിക്കൊടി മുറിക്കണം. അമ്മ തന്നെ മുറിച്ചിട്ടുള്ള വേറെ ആരും മുറിക്കാനാ? അവിടെ പച്ചപ്പാതിലേക്ക് പ്രസവിച്ചാൽ ആരും മുറിക്കാനാ? ഇത് അമ്മയുടെ ജീവിതം നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തുകൊണ്ടാണ് അമ്മ ഇങ്ങനെ ഭൂസ്വല്ലങ്ങളുടെ രാജ്ഞിയായിട്ട് ഇങ്ങനെ തലമുറകളും ജന്മാന്തങ്ങളും പ്രഭതുക്ക് നിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ഈ പദവിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ദൈവം അവരെ ഇട്ട് ഉരുട്ടി ജീവിപ്പിച്ച് അവരുടെ ജീവിതമുണ്ട്. അവർക്ക് പൊക്കിൾപ്പൊഴി മുറിക്കുക, ഉപ്പ് പെരട്ടുക. അതും അന്യനാട്ടിൽ, സ്വന്തം നാട്ടിലാണ് പ്രസവിക്കണമെങ്കിൽ നാട്ടുകാരും അയൽവാസികളും ഓടി വരും. ഇതിപ്പോൾ അവർ പ്രസവിക്കണതിന് മണിക്കൂറുകൾക്കുള്ളിൽ അവരെ അവിടുന്ന് പൊക്കിയെടുത്തുകൊണ്ട് പോണ കാണാം. അപരിചിതമായ സ്ഥലത്ത് കൊണ്ട് ഇടുകയും. അമ്മ ഇതുപോലെ വഴികരി പ്രസവിച്ച ഒരാളാണ്. അതുകൊണ്ടാണ് മറിയം പുൽത്തൊട്ടി കൊണ്ടുവന്ന് കിടത്തിയെന്ന് പറയണത്. പുൽത്തൊട്ട് വേറെ, നമ്മൾ വിചാരിച്ചിങ്ങനെ കാലിത്തൊഴുത്തി പ്രസവിച്ചൊന്നല്ലേ. കാലിത്തൊഴുത്തി പ്രസവിക്കണ സൂചന അല്ല ബൈബിളിലുള്ള. ശരിക്കും പറഞ്ഞാൽ വഴികരി പ്രസവിച്ചിട്ട് അവിടുന്ന് പൊക്കിൾക്കൊടി മുറിച്ച് കൊണ്ടുവന്ന് കാലിത്തൊഴുത്തിൽ, ബൈബിൾ എന്താ പറയണത്? മറിയം തൻ്റെ കുഞ്ഞിനെ പിള്ളക്കച്ചയെ പൊതിഞ്ഞ് കാലിത്തൊട്ടിയിൽ കിടത്തിയെന്നാണ്. അല്ല, കാലിത്തൊഴുത്തിൽ പ്രസവിച്ചൊന്നല്ല. അപ്പോൾ വഴിയരികിൽ എവിടെയാണ് പ്രസവിച്ചത്, അവിടുന്ന് കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്നിട്ടാണ് അമ്മ ഈ ഒറ്റയ്ക്ക് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി അമ്മയെ ദൈവം അങ്ങനെ ആക്കിക്കളഞ്ഞാണ് ശരിക്കും. അപ്പോൾ ദൈവം അങ്ങനെ ഒരു മനുഷ്യൻ്റെ ഒരു സാഹചര്യം അവന് ഒരു സിറ്റുവേഷൻസ് വന്നാൽ അവൻ സ്വന്തം നിലയ്ക്ക് ആരെയും ആശ്രയിക്കാതെ ഒറ്റയ്ക്ക് അതിനെ അഭിമുഖീകരിക്കണം. അത് കർത്താവിൻ്റെ ഒരു മനസ്സിലിരിപ്പാണ്. അതാണ് പറഞ്ഞത്, പൊക്കിൽ കൂടി മുറിച്ചില്ല, ഉപ്പ് പെരട്ടിയില്ല. പിന്നെന്താ പറയുന്നത്? അടുത്ത വചനം എന്താ? ഇവയിൽ ഒന്നെങ്കിലും ചെയ്യാൻ ആർക്കും ദയ തോന്നിയില്ല. ജനിച്ച ദിവസം തന്നെ നീ വെറുക്കപ്പെടുകയും വെളിമ്പ്രദേശത്ത് ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. ഇസ്രായേലിനെ കുറിച്ചാണ് പറയണത്. ഇസ്രായേലിൻ്റെ ഈ ലോകത്തിൻ്റെ വെറുപ്പ് ഇപ്പം തുടങ്ങിയതല്ല. ദൈവത്തിൻ്റെ കുഞ്ഞായിട്ട് ദൈവം ഈ രാജ്യത്തെ ജനിപ്പിക്കുമ്പോൾ, ഈ വംശത്തെ ജനിപ്പിക്കുമ്പോൾ തന്നെ ചുറ്റുമുള്ളവർ ഇവരെ വെറുത്തിരുന്നു. പിന്നെ ബൈബിളെന്ന് പറയണത് ഈ വെറുക്കപ്പെട്ട ജനവുമായിട്ട് ദൈവത്തിൻ്റെ യാത്രയാണ്. അവർക്ക് വേണ്ടി ദൈവം യുദ്ധം ചെയ്യും, അവർക്ക് വേണ്ടി അവരെ നിലനിർത്തും. ഇത് ഒരു വ്യക്തിയുടെ ആത്മീയ യാത്രയ്ക്ക് സമാന്തരമാണ്. ദൈവം എല്ലാ വ്യക്തികളുടെ കൂടെ ഇതുപോലെ ബേസിക്കായിട്ട് പല ആൾക്കാർക്കും വരുന്ന ഒരു ജീവിതത്തിന് വരുന്ന ഒരു ശുദ്ധ മണ്ടത്തരം എന്താണെന്നറിയാമോ? ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും ഉണ്ടെന്ന് നിങ്ങൾ അങ്ങോട്ട് കയറി അഡ്വാൻസ് ആയിട്ട് പ്രഖ്യാപിക്കും. ഞങ്ങൾക്ക് സോ ആൻഡ് സോ ഉണ്ടെന്ന് പറയും. നിങ്ങളെ ഉണ്ടെന്ന് പറയുന്ന ആൾക്കാർക്കെല്ലാം പണി കിട്ടി മാറണ കാണാം. നിങ്ങളെ പലപ്പോഴും ദൈവത്തെ മനുഷ്യന്മാർ അവലംബിക്കുന്നതിനോ ഉപേക്ഷിക്കുന്നതിനോ കാരണമായി വരുന്നത് പലപ്പോഴും ഇവർ അഭയം പ്രാപിച്ചിരിക്കുന്ന പൊയ് ജന്മങ്ങളാണ്. പലപ്പോഴും അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ആധ്യാത്മിക ജീവിതത്തിൽ അമിതമായി ഒരു മനുഷ്യനെ ആശ്രയിക്കരുത്. ആശ്രയിക്കുന്നതല്ല, ഞങ്ങൾക്ക് അവരുണ്ട്, അമ്മാവരുണ്ട്, അങ്കിളുണ്ട്, നാട്ടുകാരുണ്ട്, പാർട്ടിക്കാരുണ്ട്, ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ അവരെ കുറച്ച് മാത്രമേ ദൈവം നിന്നെ അനുഗ്രഹിക്കത്തുള്ളൂ. അതാണ് പ്രശ്നം. വേറെ കുഴപ്പമൊന്നുമില്ല. ആരെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ, ഇനി സ്വന്തം ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ പോലും നിങ്ങളതൊരു ആസ്തിഭദ്രതയായിട്ട് എടുക്കരുത്. സ്വന്തം ആരോഗ്യം പോലും ഏതെങ്കിലും ഒരു നിമിഷം നിങ്ങൾക്ക് ആരോഗ്യമുണ്ട് എന്ന് തോന്നിയാൽ ഉടനെ ആത്മവിശ്വാസം വരും. ആത്മവിശ്വാസത്തിൻ്റെ തന്മാത്ര ഭേദങ്ങൾ, ആത്മവിശ്വാസത്തിലെ
തന്മാത്രാ ഭേദങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് എലമെൻ്റായിട്ട് അത് മാറും. അങ്ങനെ ആത്മവിശ്വാസത്തിന് അങ്ങനെ കുഴപ്പമുണ്ട്. നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ മക്കളുടെ കാര്യത്തിൽ ആത്മവിശ്വാസമായി, ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ആത്മവിശ്വാസമായി, സ്ഥിര നിക്ഷേപത്തിൻ്റെ കാര്യത്തിൽ ആത്മവിശ്വാസമായി, ജോലിയുടെ കാര്യത്തിൽ ആത്മവിശ്വാസമായി, ഇങ്ങനെ എന്തെങ്കിലും കാര്യത്തിൽ ഒരു ആത്മവിശ്വാസം വന്നാൽ അതിലേതെങ്കിലും സമയത്ത് ഹിറ്റ് ചെയ്തൊരു തന്മാത്ര കയറും. എന്താണ്? ആത്മവിശ്വാസം കൂടും, സൂപ്പർ കോൺഫിഡൻസ് ആവും. കോൺഫിഡൻസിൻ്റെ കൂടെ ഇപ്പോൾ ഒരു വിശ്വാസത്തിന് ഒരു കാര്യം നിങ്ങൾക്ക് ആത്മവിശ്വാസമായി, മക്കൾ ജോലിക്കാരനായപ്പോൾ നിങ്ങൾക്കൊരു ആത്മവിശ്വാസമായി. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ മക്കൾ അവർക്ക് ജോലിക്ക് പ്രൊമോഷൻ കിട്ടിയപ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസം കുറച്ചുകൂടി കൂടി. കോൺഫിഡൻസ് സൂപ്പർ കോൺഫിഡൻസിലേക്ക് പോയി. കോൺഫിഡൻസ് സൂപ്പർ കോൺഫിഡൻസിലേക്ക് പോകുമ്പോൾ ഒരു തന്മാത്ര കയറുന്നുണ്ട്. ഇനി കോൺഫിഡൻസ് ഒരു തന്മാത്ര ഈ സൂപ്പർ കോൺഫിഡൻസ് കയറിക്കഴിഞ്ഞാൽ പിന്നെ ഈ ചില ബോഡിയിലേക്ക് സൂപ്പർ കോൺഫിഡൻസ് വന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് അഹങ്കാരമായിട്ട് കൺവേർട്ട് ചെയ്യും. അതൊരു പ്രശ്നമാണ്. അത് നേച്ചറിനെ ബാധിക്കുന്ന വിഷയമാണ്. ചിലക്ക് സൂപ്പർ കോൺഫിഡൻസ് എന്ന് പറയുന്ന ഉപരി ആത്മവിശ്വാസം. ഇപ്പം നിങ്ങൾ വീട് വെച്ചു, നിങ്ങളുടെ ലോൺ തീർന്നു, ഇന്നലെ കൊണ്ട് ലോൺ അടച്ച് തീർത്തു. മകന് ഇളയവന് ജോലിയുമായി എന്ന് പറയുമ്പോൾ എന്ത് പറ്റും? ഇന്നലെ കൊണ്ട് വീടിൻ്റെ ലോൺ അടച്ച് തീർത്ത് ഇളയവന് അപ്പം ജോലിയും കിട്ടി, യേശുവേ സ്വസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വസ്ത്രം പറയുമ്പോഴും കോൺഫിഡൻസ് സൂപ്പർ കോൺഫിഡൻസ് ആകുന്നുണ്ട്. നിങ്ങളുടെ ആത്മവിശ്വാസം ആത്മവിശ്വാസമാകും. ഈ ആത്മവിശ്വാസം ചില വ്യക്തികളിലെ വ്യക്തികളെ ആശ്രയിച്ചിരിക്കും. അത് ചില വ്യക്തികളിലെ അത് അവിടെ ഇരുന്ന് തന്നെ ഈ കള്ള് മിന്നാവിരി ചാരായമാകണ പോലെ തന്നെത്താൻ ചാരായമായി മാറും. കള്ളില്ലേ, കള്ള് വെറുതെ ആരും ഒന്നും ചെയ്യേണ്ടല്ലോ, വെറുതെ ഇരുന്നാൽ മതിയല്ല. വെറുതെ ഇരിക്കുമ്പോൾ അത് മിന്നാവിരിയായി മാറും. കുറച്ചുകൂടി ഇരുന്ന് കഴിഞ്ഞാൽ അത് ചാരായമായി മാറും. അതുപോലെ തന്നെയാണ് ഈ അതികോൺഫിഡൻസിൻ്റെ പ്രശ്നം. അതികോൺഫിഡൻസ് എന്ന് വെച്ചാൽ അതികോൺഫിഡൻസ് ചില വ്യക്തികളിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഫെർമെൻറ്റേഷൻ നടക്കും. എന്താണ്? അവർക്ക് ബേസിക് അഹന്തയുള്ള ആളാണ്. എൻ്റെ ഉപ്പാപ്പയ്ക്ക് ഒരു ആന ഉണ്ടായിരുന്നെന്ന് പറയുന്ന വർഗ്ഗമാണ് ആ സാധനം. പണ്ടാരാണ്ട് ആനപ്പുറത്ത് ഇരുന്നെന്ന് പറഞ്ഞ് ഇപ്പോഴും ഇങ്ങനെ തഴമ്പ് ഇങ്ങനെ തപ്പി നോക്കണ പാർട്ടിയായിരിക്കും. ആ വ്യക്തി അഹങ്കാരിയാണ് ബേസിക്കായിട്ട്. ഈ ബേസിക്കായിട്ട് അഹങ്കാരിക്ക് സൂപ്പർ കോൺഫിഡൻസ് കയറി കഴിഞ്ഞാൽ അത് ഉടനെ ആത്മനാശത്തിലേക്ക് സാധനം കുപ്പുകുത്തുന്നത് കാണാം. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ ചിലരുടെ ഉടമ്പടി അവരിങ്ങനെ പച്ച പിടിച്ച് വരും. എന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ വാടിപ്പോണ കാണാം. എന്നിങ്ങനെ നോക്കണ്ടിട്ടല്ലേ? ചില ഉടമ്പടി ഇങ്ങനെ പച്ച പിടിച്ച് വരും. ഓരോരോ അനുഗ്രഹങ്ങൾ കിട്ടി അവരെ പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ചെയ്ത് ദൈവം ചില ദർശനങ്ങളൊക്കെ കാണിച്ച്, മഴവില്ലൊക്കെ കാണിച്ച്, മുല്ലപ്പൂവിൻ്റെ മണമൊക്കെ ഉണ്ടായി, സാന്നിധ്യമൊക്കെ ഉണ്ടായി, ഇങ്ങനെ ഇരുന്ന് വെച്ചും പെട്ടെന്ന് ഈ സാധനം യോനായുടെ തണൽ മരം പോലെ ഈ പുഴു കയറി വെട്ടണ കാണാം. യോനായുടെ തണൽമരം പെട്ടെന്ന് ഇങ്ങനെ വളർന്ന് വന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഉണങ്ങിപ്പോകത്തില്ലേ യോനായുടെ തണൽമരം? അത് ഒരു പുഴു കയറി വെട്ടണമാണ് കാണുന്നത്. യോനാ ക്ഷുഭിതനായി. അതിൻ്റെ കാര്യമൊന്നുമില്ല. ദൈവം പറഞ്ഞ് ക്ഷുഭിച്ചിട്ട് കാര്യമില്ലെന്ന്. നീയലല്ലാതെ ഉണ്ടാക്കിയത്, ഞാനല്ല ഉണ്ടാക്കിയത്, ഞാനല്ല ക്ഷോഭിക്കേണ്ടത്, എനിക്ക് ക്ഷോഭമില്ലല്ല. ഞാനിതിനെല്ലാം ഈ മഴയും കാറ്റും വെയിലും മഞ്ഞും എല്ലാം അക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ് ദൈവം പോണത്. ചില ആൾക്കാരും നല്ല കാര്യങ്ങൾ മാത്രമേ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അച്ഛൻ പറഞ്ഞു വരുന്നതിൻ്റെ കാര്യം, ചില ഉടമ്പടി ഇങ്ങനെ പെട്ടെന്ന് ഫ്ലറിഷ് ചെയ്ത് വരും. ചിലർക്ക് ഭയങ്കര കൊടിയ സാക്ഷിയൊക്കെ പറഞ്ഞ ആൾക്കാരെ കമത്തിയ ആൾക്കാർ ചിലപ്പോൾ ഗതികിട്ട പ്രേതം പോലെ നടക്കണ കാണാം. അപ്പോൾ നമ്മളൊക്കെ ഇവർ ഇന്ന് ഈ കഴിഞ്ഞ കൊല്ലം വെടിക്കെട്ട് സാക്ഷ്യം പറഞ്ഞ ആൾക്കാരാണല്ലോ, ഇവർക്ക് എന്ത് പറ്റിയെന്ന് വെക്കും. അതേ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ജാഗ്രതയില്ലെങ്കിൽ ഉടമ്പടി ജീവിക്കാൻ പറ്റത്തില്ല. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ അതികോൺഫിഡൻസ് ഇല്ലേ, ആത്മവിശ്വാസം, അതിൻ്റെ അകത്ത്
ചില വ്യക്തികളിൽ അത് ആത്മവിശ്വാസമായിട്ട് അഹങ്കാരമായിട്ട് മാറും. എന്നിട്ട് ഇവരെന്നാ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവർ അഹങ്കാരം ഉണ്ടായിക്കഴിഞ്ഞാൽ കുഴപ്പം, ഇന്ന് വരെ നേടിയ നേട്ടങ്ങളെല്ലാം ഇവർ തന്നെത്താൻ പറയും, ഓ അത് ഉടമ്പടി എടുത്തില്ലെങ്കിലും എൻ്റെ മകന് PR കിട്ടുമായിരുന്നു. വേണ്ട സാധനം കൂടെ വേണ്ട, കൗണ്ടർ അടിക്കണേണ്ട. അത് വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അഹങ്കാരികൾക്ക് മാത്രമേ കൗണ്ടർ അടിക്കത്തുള്ളൂ. മാന്യം. അതുകൊണ്ടാണ് അമ്മ എപ്പോഴും പറയണത്, അവിടുന്ന് തൻ്റെ ദാസിയുടെ വിനീത അവസ്ഥ ഇതൊക്കെയാണ് പറത്തു. ഈ വിനീത അവസ്ഥ എന്ന് പറയണത് ഒരവസ്ഥയാണത്, സ്റ്റേജ്. അത് എപ്പോഴും ദൈവം തൃക്കൺ പാർക്കണമെങ്കിൽ ബേസിക് ആയിട്ടുള്ള സിറ്റുവേഷൻ. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ. ദാസിയുടെ കാൽവൽ തൃക്കൺ പാർത്തവനേ, ദാസനെ ഉയർത്താൻ എഴുന്നള്ളയാ. ഒരുമിച്ച് പാടുക സ്വരത്തിലെ. ദാസിയുടെ കാൽവൽ തൃക്കൺ പാർത്തവനേ, ദാസനെ ഉയർത്താൻ എഴുന്നള്ളയാ. എന്തൊരാനന്ദം, എന്തൊരാനന്ദം, അമ്മയെയൊപ്പം ആരാധിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, ഇത് നിങ്ങളെ ശ്രദ്ധിക്കാതെ ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ആത്മവിശ്വാസം, ആത്മവിശ്വാസം ഓട്ടോമാറ്റിക്കായിട്ട് അഹങ്കാരമായിട്ട് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് ഇവർ പറയും സെൽഫ് റിലയൻസ് വരും. എന്താണ് പറയണത്? ഇത് ഞാൻ ഉടമ്പടി എടുത്തില്ലായിരുന്നെങ്കിലും എൻ്റെ ലോണൊക്കെ അടഞ്ഞു പോയേനും, മൂത്ത മകൻ്റെ കാശ് കൊണ്ട് അടഞ്ഞു പോയേനും. അപ്പം ഇതെല്ലാം അവരുടെ സ്വന്തം അക്കൗണ്ടിലേക്ക് കൊണ്ടുവരും ഇവർ. അറിയാതെ കൊണ്ടുവരുന്നതാണ്. ദൈവം പണി കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നവന് ഇങ്ങനെയുള്ള ദുർചിന്തകൾ ഉണ്ടാകും. ഒരു കുഴപ്പമില്ല. കാര്യം ഇവർ തൽക്കാലം വൈദ്യപ്പഴപ്പിന് വേണ്ടി ദൈവത്തിൽ കവന്ന് വീണതാണെന്ന് ദൈവത്തിനും അറിയാം. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അറിയാമെന്നുള്ളതാണേ. നമ്മളെ അറിയാം എന്നല്ലേ. എനിക്ക് നിന്നെ നന്നായി അറിയാം എന്നുള്ളത് നിസ്സാരമായ ഒരു അറിവല്ല. മോസസ് ഇന്ന ഉയർച്ചയ്ക്ക് മുഴുവൻ കാരണം ദൈവത്തിൻ്റെ അറിവാണ്. അതുപോലെ മനുഷ്യന്മാരുടെ പല തകർച്ചയ്ക്കും കാരണം നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ മുൻകാല പ്രാബല്യത്തോടുകൂടിയുള്ള അറിവാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവത്തിന് പണി കൊടുത്ത ഭയങ്കര ചരിത്രമുള്ള ഒരു പ്രസ്ഥാനമായിരിക്കും നീയേ. അതൊക്കെ ഒഴിവാക്കിയിട്ട് വേണം ഉടമ്പടിയിലേക്ക് വരാൻ. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പുറപ്പാട് 33:17. കർത്താവ് മോശയോട് പറഞ്ഞു, നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും. എന്തെന്നാൽ നീ എന്റെ പ്രീതി നേടിയിരിക്കുന്നു. നിന്നെ എനിക്ക് നന്നായി അറിയാം. നിന്നെ എനിക്ക് നന്നായി അറിയാവുന്നു. ഇതാണ് എല്ലാ പ്രീതിയുടെയും ബേസ്മെന്റ്. നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു. ബിക്കോസ് ഐ നോ യു വെൽ. എനിക്ക് നിന്നെ നന്നായി അറിയാം. എൻ്റെ മക്കളെ, ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു വെളിച്ചത്ത് ജീവിക്കുന്ന ജീവിതമായിരിക്കണം നമ്മുടേത്. മോസസിനെ അറിയാം. കാര്യം എന്ത് ദൈവം ചെയ്താലും ചെങ്കടൽ പിളർത്തിയത് അന്ന് കർത്താവാണെന്നും മോശം മരിക്കണവരെ അത് കർത്താവ് തന്നെയായിരിക്കും. അല്ലാതെ ഇവൻ്റെ കയ്യിരിക്കുന്ന വടിയായിരിക്കത്തില്ല. അതാണ് വിഷയം. പാറ പൊട്ടിച്ച് വെള്ളം ഒഴുക്കിയത് മോസസിൻ്റെ മരണം വരെ അത് കർത്താവ് തന്നെയായിരിക്കും. അല്ല മോസസിൻ്റെ കഴിവായിരിക്കത്തില്ല. അതായത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതുതന്നെയാണ് ഈ ഫോളോ ചെയ്യണതെല്ലാം. ഈ ബട്ട് ബൈ ഗ്രേസ് ചില ആൾക്കാർ കാര്യം കാണുമ്പോൾ തൽക്കാലത്തേക്ക് അംഗീകരിക്കുമെങ്കിലും 6 മാസം കഴിയുമ്പോൾ അംഗീകരിക്കത്തില്ല. അത് എൻ്റെ ഇളയ മകൻ നല്ല ബ്രില്യൻ്റ്, അവൻ എൻ്റെതാണ് മകനെ എന്ന് പറയും. തീർന്ന പോലെ
ഈ പെരിച്ചാഴി പെറ്റ സാധനമാണ് അതെന്നാണ് പറയണതേ. എന്നുവെച്ചാൽ ഇവൾക്കാണ് എൻ്റെ ക്രെഡിറ്റ്, ഇവൾക്കാണ് എൻ്റെ ക്രെഡിറ്റ്. കാരണം പപ്പ ആദ്യം പഠിച്ചിട്ടില്ല, പിന്നെ പഠിച്ച കോത ഞാനാണ്. അപ്പം എൻ്റെ കുഞ്ഞായിരിക്കുമല്ല ഈ കയറി പോണത്. അപ്പം നമ്മൾ അറിയാതെ ഇവൻ്റെ ഔന്നത്യം നമ്മുടെ അക്കൗണ്ടിലാക്കും. അമ്മ പാർസൽ പണി മേടിക്കാൻ പോവുകയാണേ. ഇങ്ങനെ അഹങ്കാര ജന്മങ്ങളാണ്. ആത്മവിശ്വാസം ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും കുത്തുപാള എടുക്കേണ്ടി വരും. എന്താ കാര്യം? അമ്മ അതാണ് പറയണത്. അവിടെ തൻ്റെ ദാസിയുടെ വിനീതാവസ്ഥ. വിനീതാവസ്ഥ എന്ന് പറയണത് ഒരു സച്സ്കോയാണ്. അതെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കും. ഉടമ്പടി പുരോഗമിക്കുന്ന കൂടെ ഈ നമ്മുടെ വിനീത അവസ്ഥ നിലനിർത്തിയെടുക്കണം. അത് ബുദ്ധിപരമായ ആധ്യാത്മിക നിലപാടാണ്. ഉടമ്പടി ജീവിതം പുരോഗമിക്കുന്നതിൻ്റെ സമാന്തരമായിട്ട് അതിൻ്റെ ഫോർമാറ്റ്, നിലപാട് തറ എപ്പോഴും കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ആ വിനീത അവസ്ഥ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കണം. ഇതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. പക്ഷെ പല പെണ്ണുങ്ങൾക്കും പറ്റത്തില്ല. കാര്യം അഹങ്കാരത്തെ കൈയും കാലും വെച്ച് പണ്ടാരം ജനിച്ചിരിക്കുകയാണ്. അതാണ് പ്രശ്നം. ഇതിപ്പോൾ നിസ്സാര പ്രശ്നമല്ല. ജനിച്ച കാലം മുതൽ അഹങ്കാരത്തെ കൈയും കാലും വെച്ചിരിക്കുകയാണ്. വാ പൊളിച്ചാൽ അഹങ്കാരം വർത്താനം വൈകുന്ന വരത്തുള്ളൂ. ഈ കക്ഷികൾക്ക് ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. അപ്പം വിനീതാവസ്ഥ നിലനിർത്തുക എന്ന് പറയണത് വിശ്വാസ വളർച്ചയുടെ പുതിയ പുതിയ രൂപങ്ങളാണത്. ഒരു മനുഷ്യന് കേവല വിശ്വാസം ഉണ്ടാകാം. കേവല വിശ്വാസം അടിക്കടി ഇങ്ങനെ ഓരോ ഘട്ടവും വളർന്നിട്ട് വിശ്വാസം വേറെ പല പേരുകളിലും അറിയപ്പെട്ടുകൊണ്ടിരിക്കും. ആത്മീയ വളർച്ച അനുസരിച്ച് കൊണ്ട് വിശ്വാസത്തിൻ്റെ പേരുകൾ ക്രോണോളജിക്കലായിട്ട് മാറിക്കൊണ്ടേയിരിക്കും. നിനക്കിൻ്റെ പ്രായത്തിനൊപ്പം നിൻ്റെ കാലത്തിനൊപ്പം വിശ്വാസ വളർച്ച കൈവരിക്കുമ്പോൾ ആ വിശ്വാസത്തിൻ്റെ പേര് വിശ്വാസമൊന്നുമല്ല, വേറെ പല പേരുകളുമാണ് ദൈവം വിളിക്കണത്. അതുണ്ടോയെന്ന് നോക്കണം. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. 2 പത്രോസ് 1:5. 2 പത്രോസ് 1:5 എന്നൊന്ന് കേട്ടെ. ഇക്കാരണത്താൽ നിങ്ങളുടെ വിശ്വാസത്തെ സുകൃതം കൊണ്ടും സുകൃതത്തെ പ്രശ്നം നോക്കിയേ, കണ്ട വിശ്വാസത്തെ, ആ വിശ്വാസത്തിൻ്റെ ഇപ്പം നമ്മൾ വിശ്വാസ വളർച്ചയുണ്ടല്ലോ, ഉടമ്പടി പുതുക്കുന്നതനുസരിച്ച് വിശ്വാസ വളർച്ച പ്രാപിക്കണ്ടേ? ഉടമ്പടി പുതുക്കുന്നതനുസരിച്ച് അതിൻ്റെ കളർ, പേപ്പറിൻ്റെ കളർ മാറുന്നില്ലേ? കളർ മാറുന്നതനുസരിച്ച് വിശ്വാസത്തിൻ്റെ കളർ മാറിക്കൊണ്ടിരിക്കും. വിശ്വാസം 2ാം ഘട്ടത്തിൽ അതിൻ്റെ പേര് ബൈബിൾ മാറ്റുന്നുണ്ട്. എന്താണ്? സുഹൃതം. സുഹൃതം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സൽപ്രവൃത്തികൾ, നന്മ പ്രവൃത്തികൾ. ഈ വിശ്വാസത്തിന് 2ാം ഘട്ടത്തിലെ പേര് നന്മപ്രവൃത്തികളെന്നാണ്, സുഹൃതമെന്നാണ്. വിശ്വാസം വളരുന്നതനുസരിച്ച് ഈ വിശ്വാസമുണ്ട്, വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. സുഹൃതമൊന്നുമില്ല, വിശ്വാസ പ്രമാണം അങ്ങനെ ആഞ്ഞു പിടിച്ച് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അത് തന്നെ. പക്ഷേ അത് പ്രോബ്ലം എന്താണ്? അതിന് സപ്പോർട്ടീവായിട്ടുള്ള പുണ്യങ്ങളെ ആ വ്യക്തി ആർജിക്കണം. വിശ്വാസ വളർച്ചയിൽ നിങ്ങൾ ഉടമ്പടി പുതുക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. അവിടെ കൊണ്ട് ഒപ്പിട്ടിട്ട് 10 പേപ്പർ മേടിച്ച് അവിടെ ഇവിടെയും കൊടുക്കണം. അല്ല പുതുക്കലെന്ന് പറയണത്. പുതുക്കലെന്ന് പറഞ്ഞ വിശ്വാസത്തിൻ്റെ അപ്ഡേഷൻസ് ഉണ്ട്. അപ്ഡേഷൻ്റെ ബേസ്മെൻ്റ് എന്ന് പറയുന്നത് 1 പത്രോസ് 2 പത്രോസിന് 1:4. എന്താണത്? ദുരാശ മൂലം ലോകത്തിലുണ്ടാകുന്ന വിനാശത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ദൈവിക സ്വഭാവത്തിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിന്. ഇതാണ് ഒരു പ്രോബ്ലം. നിങ്ങൾ അമ്മയോട് പറയേണ്ടത് എന്താണ്? വിശ്വാസത്തെ വളർത്തി എന്നെ ദൈവിക സ്വഭാവത്തിൽ. അപ്പം നമ്മുടെ സ്വഭാവത്തിലാണ് ഈ സംഭവം വർക്കൗട്ട് ചെയ്യണത്. സ്വഭാവത്തിന് ഈ മാറ്റം ഉണ്ടാകണം. ഇല്ലെങ്കിൽ ഉടമ്പടി പുതുക്കപ്പെട്ടാൽ ദൈവം അംഗീകരിക്കത്തില്ല. സ്വഭാവത്തിൽ ഈ മാറ്റം ഉണ്ട്. അത് എങ്ങനെയാണ്? ദൈവീക സ്വഭാവത്തിലേക്കാണ് പകർച്ച വരുന്നത്. അതുകൊണ്ടാണ് വിശ്വാസത്തെ സുഹൃതം കൊണ്ടും. വായിച്ച അടുത്ത എന്താണ്? സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും. സുഹൃതത്തെ ജ്ഞാനം. വിശ്വാസത്തിൻ്റെ 3ാം വിശ്വാസം. 2ാം വിശ്വാസത്തിൻ്റെ പേര് സുഹൃതം എന്നാണ്. 3ാം വിശ്വാസത്തിൻ്റെ പേരെന്താണ്? ജ്ഞാനമെന്ന്. ജ്ഞാനമെന്ന് പറഞ്ഞാൽ എന്താ? ജ്ഞാനം
അനുഭവത്തോടു കൂടിയുള്ള അറിവിനാണ് ജ്ഞാനമെന്ന് പറയണത്. അറിവ് അനുഭവത്തോടു കൂടിയുള്ള അറിവ്. ഇപ്പോൾ ഉദാഹരണത്തിന് പഞ്ചസാര മധുരം ആണ് എന്ന് നമുക്ക് പഞ്ചസാര കാണുമ്പോൾ പറയാം. പക്ഷേ പഞ്ചസാര നക്കി നോക്കിയിട്ട് പറയുമ്പോൾ വേറെ വിഷയമായി. അത് ജ്ഞാനമായി. എന്താ കാര്യം? അത് മധുരമാണെന്ന് നമ്മൾ ജ്ഞാനമായി സംഭവം. അപ്പോൾ ഓരോ വിശ്വം അറിവെന്ന് പറഞ്ഞ സാങ്കേതിക ജ്ഞാനമാണ്. അതിനകത്ത് അനുഭവങ്ങളില്ല. അറിവ് അനുഭവജ്ഞാനത്തിലേക്ക് വർദ്ധിക്കുന്ന ഒരു പ്രോസസ്സ് ഉടമ്പടിയുടെ ഭാഗമാണ്. അറിവ് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ദൈവത്തെക്കുറിച്ച് അറിവ് നേടുന്നത് എന്തിനാണ്? അനുഭവജ്ഞാനം ആനുപാതികമായി വർദ്ധിക്കുന്നതിന് വേണ്ടിയാണ്. അനുഭവജ്ഞാനം ഈ അനുഭവജ്ഞാനം വർദ്ധിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു കുഴപ്പമുണ്ട്. എന്താണ്? അഹങ്കാരം ഉണ്ടാകും. അതാണ് നമ്മൾ ഉടമ്പടിക്കാർക്ക് ചെറുക്ക് പൊടി അഹങ്കാരമുണ്ട്. എന്താ കാര്യം? ഉടമ്പടിക്കാത്ത ആൾക്കാരെക്കാൾ നമുക്ക് ബൈബിൾ അറിയാം, നമ്മൾ സുഹൃതങ്ങൾ അഭ്യസിക്കുന്നുണ്ട്, വിശ്വാസം കൈമാറുന്നുണ്ട്. അപ്പം ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെ അല്ലെന്നുള്ളൊരു സംഭവമില്ലേ, അത് വർക്കൗട്ട് ചെയ്യും. കമ്പാരിറ്റീവായിട്ട് ആൾക്കാരെ കമ്പയർ ചെയ്യും. അതാണ് അഹങ്കാരം വരണത്. അതാണ് അറിവ് അഹങ്കാരം ജനിപ്പിക്കുന്നത് പറയുന്നുണ്ട്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. 1 കൊറിന്തോസ് 8:1 അറിവ് അഹന്ത ജനിപ്പിക്കുന്നു. അറിവ് അഹന്ത ജനിപ്പിക്കുന്നു. സ്നേഹമോ ആത്മീയോത്കർഷം വരുത്തുന്നു. ആത്മീയ ഉത്കർഷം വരുത്തുന്നു. അറിവുണ്ടെന്ന് ഭാവിക്കുന്നവൻ അറിയേണ്ടത് അറിയുന്നില്ല. അപ്പം അറിവിനൊരു കുഴപ്പമുണ്ട്. അറിവ് എന്താണ് സംഭവിക്കുന്നത്? ഇപ്പം വിശ്വാസത്തെ സുഹൃതം കൊണ്ടും സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും അറിവ് കൊണ്ടും. ഈ അറിവ് എന്താ പ്രശ്നം വെച്ചാൽ ജ്ഞാനം വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായി ശ്രദ്ധിച്ചില്ലെങ്കിൽ വരാൻ സാധ്യതയുള്ള എന്താണ്? അവിടെ വെച്ച് ക്ലാസ് കയറ്റം നിൽക്കും, തൊപ്പിയിട്ട് പുറകിലിരിക്കേണ്ടി വരും. എന്താ കാര്യം? അഹങ്കാരം വരും. ഇതുണ്ടോ എന്ന് നോക്കണം. ഇതുണ്ടോ എന്ന് നോക്കണം. എന്ന് വെച്ചാൽ ഈ വ്യക്തിക്ക് നമുക്കേ അറിയാൻ പറ്റത്തുള്ളൂ. നമുക്ക് ആവശ്യമില്ലാത്തൊരു കോൺഫിഡൻറ്റ് കയറി വരും ഉടമ്പടിയിലൂടെ. എന്നിട്ട് നീ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെ അല്ലെന്ന് പറഞ്ഞ് ഉടമ്പടി എടുക്കാത്ത ആൾക്കാരെ കുറിച്ച് ആന്തരികമായ ഒരു കമ്പാരിസൺ വരും. കമ്പാരിസൺ വന്നു കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മൾ ഒരു മനുഷ്യൻ ഏത് നിലയിലും കമ്പാരിസൺ വരരുത്. കാര്യം ഒന്നാമത്തെ ദൈവത്തിൻ്റെ സൃഷ്ടി ആയതുകൊണ്ട് അവൻ്റെ വളർച്ചയിലും നമ്മുടെ വളർച്ചയിലും നമ്മൾ അവനെ കുറച്ചും കൂട്ടിയും പറഞ്ഞാൽ അതെല്ലാം ദൈവത്തെ നേരിട്ട് ബാധിക്കുന്നത്. സൃഷ്ടിച്ച ആൾ വേറെ ആയത് കാരണം നമുക്ക് കമ്പാരിസൺ വന്നാൽ സ്വാഭാവികമായി അതൊരു പാപമായിട്ട് മാറും. അതുകൊണ്ട് പരസ്പരം തുലനം ചെയ്യുന്നവർ വിഡ്ഢികളാണെന്ന് പറയത്തില്ലേ? ഫിലിപ്പിയർ 2:3 ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. 2:3 മാത്സര്യമോ വ്യർത്ഥാഭിമാനമോ മൂലം നിങ്ങൾ ഒന്നും ചെയ്യരുത്. മറിച്ച് ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതണം. അതിനാ വെളിമയും വിനയവുമാണ് വേണ്ടത്. അവിടെ തന്നെ ദാസിയുടെ വിനീതാവസ്ഥ എന്ന് പറയണത് മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതണം. ഇത് ഇങ്ങനെ പറയാമെങ്കിലും എൻ്റെ കൃപയുള്ളത് വളരെ, ഞാൻ കണ്ട ഒരു 2% പേർക്ക് ഈ കൃപ കണ്ടുപോകത്തുള്ളൂ. അവിടെ ആത്മീയ വളർച്ചയിൽ മറ്റുള്ളവരെ തങ്ങളെക്കാൾ വലിയവരായിട്ട് കാണണമെങ്കിൽ അതിനാണ് ഈ വിനീതാവസ്ഥ എന്ന് പറയണത്. അത് ആർജിതമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പകുതി ആർജിതമാണ്, പകുതി ദൈവം തരണതാണ്, ദൈവം പ്രസാദത്തിൽ തരണതാണ്. കാര്യം വിനീതാവസ്ഥയാണ് ദൈവം ഇങ്ങനെ ഫുൾ സിങ്ങായിട്ട് ഇടപെടാൻ പറ്റിയ ഒരു അന്തരീക്ഷം എന്ന് പറയണത്. അത് നമ്മുടെ സ്കിൽഫുൾനെസ് അല്ലത്. കാര്യം ദൈവികമായ എല്ലാ കാര്യവും നോട്ട് ബൈ മെറിറ്റിലാണ് വർക്ക് ചെയ്യണത്.
നമ്മുടെ യോഗ്യത കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ട്. അപ്പം ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണെങ്കിൽ യോഗ്യതയ്ക്ക് അവിടെ പ്രത്യേകിച്ച് സ്ഥാനങ്ങളൊന്നും ഇല്ല. അതാണ് പറയുന്നത്, ഇത് ഞങ്ങൾ നേടിയെടുത്തതല്ല എന്ന് പറയുന്നില്ലേ. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതികട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപയാലേ, കൃപയാലേ, കൃപയാ അനുദിനവും, കൃപയാലേ, കൃപയാലേ, കൃപയാ അനുദിനവും. എഫേസോസ് 2:8. എഫേസ്യസ് 2:8. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിന്റെ ദാനമാണ്. അപ്പോൾ ഇവിടെ പ്രോബ്ലം ചെയ്യുന്നതിന് എല്ലാം ഈ ഉടമ്പടി ബേസ്മെന്റ് പകുതി മുക്കാലും ദൈവദാനമാണ്. പക്ഷെ ഇത് ദൈവദാനമായതുകൊണ്ട് തന്നെ ദൈവം ഇനിഷ്യേറ്റീവ് എടുക്കണം. ദൈവം ഇനിഷ്യേറ്റീവ് എടുക്കുന്ന കാരണമാണ് നിന്നെ പൊക്കിൾക്കൊടി മുറിക്കാൻ ആരുമില്ലായിരുന്നു, ഉപ്പ് പെരട്ടാൻ ആരുമില്ലായിരുന്നു, അതുപോലെ തന്നെ നിൻ്റെ പിള്ളക്കച്ച പൊതിയാൻ ആരുമില്ലായിരുന്നു. ഞാൻ നിൻ്റെ അടുത്ത് കൂടെ പോയെന്ന്. അതാണ് വിഷയം. ഞാൻ നിൻ്റെ അടുത്ത്. ഈ അനുഗ്രഹത്തിൻ്റെ ഒരു കൾച്ചർ, അതായത് ഒരു അന്തരീക്ഷം എന്ന് പറയണത് ഒരു pH ലെവലെന്ന് നമ്മൾ പറയത്തില്ലേ. മത്സ്യങ്ങളൊക്കെ ഇടുമ്പോൾ വെള്ളത്തിനൊരു pH ലെവലുണ്ട്. അതുപോലെ ഒരു pH ലെവൽ അനുഗ്രഹത്തിനുണ്ട്. അതെന്ന് പറയണത് ദൈവത്തിന് 100% നിങ്ങളെ പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം സംജാതമാക്കുന്നതിനാണ് വിനീതാവസ്ഥ എന്ന് പറയണത്. ഇത് വളരെ കരുതലോടും ജാഗ്രതയോടും ഈ വിനീതാവസ്ഥ മെയിൻറ്റെയിൻ ചെയ്യണം. പക്ഷേ അഹങ്കാരികൾക്ക് പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ട്രീറ്റ്മെൻറ്റ് എപ്പോഴും വേണ്ടത് നമ്മുടെ സ്വഭാവത്തിനാണ്. കാര്യം ദൈവിക സ്വഭാവത്തിലേക്ക് ഇത് പോകത്തുള്ളൂ. ഇപ്പം ദിവ്യയുടെ കാര്യം പറഞ്ഞില്ലേ, ദിവ്യയുടെ അവസ്ഥ എന്താണ് ശരിക്കും പറഞ്ഞാൽ? ദിവ്യയുടെ ഉള്ളിൽ എവിടെയോ അഹങ്കാരത്തിൻ്റെ ഒരു കണയ കിടപ്പുണ്ട്. പക്ഷെ നമുക്ക് കാണാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അഡ്രസ്സ് ചെയ്യാൻ പറ്റത്തില്ല. റഡാറിൽ പിടിക്കണില്ല. സാധാരണ റഡാറിൽ പിടിക്കാത്ത അഹങ്കാരമുണ്ട് കുറേ ആൾക്കാർക്ക്. അങ്ങനെ ഒരു റഡാറിൽ പിടിക്കുക. ഒരു സ്പിരിച്വൽ ഫാദേഴ്സിനും ഇത് ഈ വ്യക്തിയിൽ പ്രവർത്തിക്കുന്ന അഹങ്കാരം കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് ഇങ്ങനെ ഹൈഡ് ചെയ്യണത് കാണാം. ദിവ്യ അങ്ങനെ ഒരു സംഭവമാണ്. ഈ ആള് GNM ആണ്. ഈ GNM ആണെങ്കിലും ഇവരെ GNM അപ്പൻ എന്താ പറഞ്ഞിരിക്കണത്? 15 ലക്ഷം രൂപ കടമുണ്ട്. അതല്ലേ അപ്പം പറഞ്ഞിരിക്കണേ. അപ്പോൾ ഇയാൾ അനിയത്തിയെ പഠിപ്പിക്കണം. ഇനി കാലണ വീട്ടിലില്ല, നീ പഠിത്തം നിർത്തുക, പണിക്ക് പോവുക. അതല്ലേ അപ്പൻ്റെ സ്റ്റാൻഡ്. അപ്പോൾ അവളുടെ ഉള്ളിൽ റീസൺ പറയുന്നുണ്ട്, ഈ GNMൻ്റെ 30,000 രൂപ കൊണ്ട് വീട്ടിലെ കടം മാറാൻ പറ്റത്തില്ല. പിന്നെ എന്താണ്, അവൾക്ക് കല്യാണം കഴിച്ച് പോകാനും പറ്റത്തില്ല. അപ്പോൾ അവൾക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയ. അവൾ പറഞ്ഞത് ഇത് മുന്നോട്ട് പോകാനേ പറ്റത്തുള്ളൂ പഠിച്ച്. പക്ഷെ പഠിക്കാൻ കാശില്ല. അവൾക്കൊരു ആഗ്രഹമുണ്ട്. എന്താ സംഭവം? ജർമ്മനി പോകണമെന്നുള്ളത്. മനുഷ്യന്മാർക്കൊക്കെ ഈ ആഗ്രഹം തന്നെ എന്തുകൊണ്ടാണ്? വീടിൻ്റെ അവസ്ഥ അവർ നേരിട്ട് കാണുന്നത് കൊണ്ടാണ്. ഞാൻ ജർമ്മനി പോയാൽ 10 പൈസ കിട്ടിയാൽ മാത്രമേ കുടുംബം രക്ഷപ്പെടത്തുള്ളൂ. അപ്പോൾ അത് കൊണ്ട് അവൾ എപ്പോഴും ഈ ആഗ്രഹം മനസ്സിൽ വെച്ച് സൂക്ഷിക്കും. പക്ഷേ ആഗ്രഹം മനസ്സിൽ വെക്കണമെങ്കിൽ നമുക്ക് ഈ ആഗ്രഹത്തിന് ആനുപാതികമായിട്ടുള്ള ആത്മീയത ഉണ്ടാകണം. ആഗ്രഹം നല്ലതാണ്, പക്ഷേ ആഗ്രഹത്തിന് ആനുപാതികമായ ആധ്യാത്മികത ഉണ്ടാകണം. അത് ഇവൾക്കില്ല. അതൊരു പ്രശ്നമാണ്. പക്ഷെ ഇവളുടെ അമ്മ കുറച്ച് ഭേദമാണ്. അമ്മ പറയും, ഇടി ഇപ്പം കൃപാശ്രമം എന്നും പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അതിൽ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഉണ്ട്, നീ അതെടുത്ത് വെച്ച് എല്ലാം പറയും. അപ്പോൾ ഒരു കാര്യം, ഈ ടെസ്റ്റിങ് വന്നെ കണ്ടില്ലേ. പക്ഷേ ഇവൾക്കൊരു ക്വാളിറ്റി ഉണ്ട്. എന്താണ്? ചില പറയുന്നത് ഞങ്ങളുടെ നാട്ടിൽ മാതാവില്ലേ, മാതാവ് എല്ലായിടത്തും ഒരുപോലെ അല്ലേ, അങ്ങനെയുള്ള വൃത്തികെട്ട ഡയലോഗൊന്നും പാസ്സാക്കണില്ല.
അതൊക്കെ അത് ബോധമില്ലാത്ത ഡയലോഗല്ലേ അതൊക്കെ. ദൈവം എല്ലായിടത്തും ഒരുപോലെയാണ് എല്ലാ സ്ഥലത്തെയും വെക്കണത്. എന്നാ പറഞ്ഞ എല്ലാ സ്ഥലവും പിന്നെ ലൂർദ് പോലെ ആയി വരത്തില്ലേ? അങ്ങനെ അല്ലല്ലോ. ഒരു ലൂർദ്, ഒരു വേളാങ്കണ്ണി, ഒരു കൃപാസനമൊക്കെ ഉള്ളു. അതൊക്കെ വളരെ ഒരു രാജ്യത്ത് 1-2 ഉണ്ടാകത്തുള്ളൂ ദൈവം ഇടപെടുന്ന സ്ഥലം. അപ്പം ദൈവത്തിന് അവിടെ പ്രാർത്ഥിക്കുന്നവർക്ക് കൊടുക്കാനുള്ള അനുഗ്രഹവും അതിൻ്റെ പരിചരണമൊക്കെ അതിൻ്റെ പ്രത്യേകതയായിരിക്കും. അത് ദൈവം ചെയ്യണ കാര്യങ്ങളാണത്. ദൈവം ചെയ്യണ കാര്യങ്ങൾക്ക് വ്യക്തിപരമായ അതിൻ്റെ അകത്ത് വല്ല ക്വാളിറ്റി ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് ഒരു ഇനിഷ്യേറ്റീവ് എടുക്കണമല്ലേ അത്. പിന്നെ എന്നോട് ദൈവം കാണിച്ചൊരു കാരുണ്യം എന്ന് പറയുന്നത്, ഞാൻ പണ്ട് മുതലേ കുഞ്ഞുനാൾ തന്നെ 2 വയസ്സ് മുതൽ മാതാവിൻ്റെ രൂപം കഴുകി വെള്ളം കുടിക്കുന്ന ആളാണ്. വീട്ടിലെ മെയിൻ പരിപാടി അതാണ്. ഇപ്പം എൻ്റെ വീട്ടിലെ രൂപം ലൂർദ് മാതാവിൻ്റെ രൂപമാണ്. അത് ആണ് ഞാൻ അപ്പം എല്ലാ 2-ാം മാസം കൂടുമ്പോൾ തെങ്ങ് കയറുമ്പോൾ കരിക്കും വെള്ളത്തിൽ ആ രൂപം കഴുകും. കഴുകിയിട്ട് ഞങ്ങളെല്ലാവരും കൊണ്ട് ആ വെള്ളം കുടിപ്പിക്കും. മൊത്തം പൊടിയാണത്. അത് പഴയ വീടല്ലേ, വീട്ടിലിരിക്കുന്ന രൂപത്തിൽ പെട്ടുന്ന പൊടിയാണ് ഈ 2-ാം മാസം വെള്ളം കഴുകി കുടിപ്പിക്കണത്. അപ്പം നിങ്ങളത് കണ്ടാമിനേഷനാണ്, അണുക്കളാണെന്നൊക്കെ പറയും. അപ്പനി അത് അണുക്കളില്ല അതിൻ്റെ അകത്ത് മാതാവിൻ്റെ ചൈതന്യമേ ഉള്ളൂ. കാര്യം വിശ്വാസത്തിൻ്റെ കണ്ടുകൊണ്ടാണ് അപ്പം കാണുന്നത്. അപ്പം ഞങ്ങളെ പഠിപ്പിച്ചു അങ്ങനെ തന്നെയാണ്. ഒരു പ്രാവശ്യം കോഴി കയറി ആ രൂപം തല്ലി താഴെയിട്ട് പൊട്ടിപ്പോയി. പിറ്റേ ദിവസം അപ്പം കിടപ്പായി. ആ കിടന്ന കിടപ്പിൽ മരിച്ചും പോയി. പോകാൻ പോകുന്ന ദിവസം ഒരു നവംബർ 23-ാം തീയതി അപ്പം പറഞ്ഞു, അമ്മ ബോധമില്ല. 23 ദിവസം ബോധമില്ല. അവസാനം അമ്മ 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 എന്ന് വിളിച്ച ദിവസം അപ്പൻ്റെ അമ്മ അന്ന് 90 വയസ്സുണ്ട്, ജീവിച്ചിരിപ്പുണ്ട്. ആൻറ്റിമാർ കൊണ്ടുവന്ന് അപ്പൻ്റെ അമ്മയെ കാണിക്കും. ദേ അച്ചായ അമ്മ. അപ്പം കണ്ണു തുറക്കണില്ല, അപ്പന് ബോധമില്ലല്ല. ഞാൻ 5 തെങ്കിലും ധ്യാനിപ്പിക്കുമ്പോൾ അവിടെ വെച്ച് അമ്മ എന്നോട് പറഞ്ഞു, അത് അപ്പൻ്റെ അമ്മയല്ല വന്നത്, ഞാനാ വന്ന് നിൻ്റെ അപ്പനെ കൊണ്ടുപോകുന്നത്. എന്താ കാര്യം? അപ്പൻ്റെ ജീവിതവും ഇതുപോലെ ശനിയാഴ്ച ജീവിതമാണ്. എല്ലാ ദിവസവും എന്നെ വിളിച്ച് പള്ളിയിൽ പോകാൻ നേരത്തിന് കൊന്ത എടുത്ത് കൊടുക്കണം, കണ്ണടയും കൊന്ത എടുത്ത് കൊടുക്കണം. ആ കൊന്ത അപ്പം മരണം വരെ ഉപയോഗിച്ച നീലക്കൊന്ത മാത്രമേ ഉള്ളൂ. ഇപ്പം ഞാൻ കൃപാസനം കൊന്ത അല്ലേ ഉപയോഗിക്കണത്. അപ്പൻ ഉപയോഗിച്ചിരുന്ന നീലക്കൊന്ത മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. അപ്പം തൃശ്ശിനാപ്പള്ളി പട്ടാളത്തിൽ 2-ാം ലോക മഹായുദ്ധത്തിന് അവർ ഹൗസ് കീപ്പർ, ഈ സ്റ്റോർ കീപ്പറായിരുന്നു. തിരിച്ചു പോരുമ്പോൾ അപ്പം മേടിച്ചുകൊണ്ട് പോകുന്നത് ഈ രൂപമാണ്, ഈ ലൂർദ് മാതാവിൻ്റെ. അത്രയും അമ്മയുമായി ആത്മബന്ധമാണ്. ആ ആത്മബന്ധത്തിലാണ് ഞങ്ങളെല്ലാം വളർന്നു വന്നത്. അതുകൊണ്ട് ഞാൻ ലൂർദിൽ ധ്യാനിപ്പിക്കാൻ വേണ്ടി അമ്മ എന്നെ വിളിച്ചു, അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത്. അപ്പം ഞാൻ അവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് വീട്ടിൽ കോഴി മറിച്ചിട്ട അതേ രൂപം ഞാൻ ലൂർദിൽ കണ്ട് ആ രൂപം മേടിച്ചുകൊണ്ട് പോന്നു. ഇനി തിരിച്ചു കൊണ്ടുപോയി അവിടെ പ്രതിഷ്ഠിക്കണം. ഇതാണ്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ നടക്കണ ഓരോ കാര്യവും അതിൻ്റെ പിന്നിലെല്ലാം ആക്സിഡൻ്റലായിട്ടൊന്നും സംഭവിക്കത്തില്ല. എല്ലാ കാര്യങ്ങളും അതിൻ്റെ പിന്നിലുള്ളൊരു ആത്മബന്ധമുണ്ട്. നിങ്ങൾ ഉടമ്പടിയുമായിട്ട് പോകുമ്പോൾ നിങ്ങൾ ഓർക്കണം, നിങ്ങളുടെ വീട്, ജോലി, വിവാഹം, ജപ്തി, കുടുംബത്തിലെ കേസ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പോകാമെങ്കിലും അതിനല്ല ശരിക്കും പറഞ്ഞാൽ ദൈവം നിങ്ങളെ ഉടമ്പടി എടുപ്പിച്ചിരിക്കുന്നത്. എന്തിനാണ്? ദൈവമായിട്ട് ഈ ആത്മബന്ധം ഉണ്ടാകാൻ വേണ്ടിയാണ്. ആത്മബന്ധത്തിൽ അടിക്കടി ഒരു വളർച്ച ഉണ്ടെങ്കിൽ അത് നിങ്ങളെ കീപ്പ് ചെയ്യണമെങ്കിൽ കർത്താവ് നിങ്ങളെ ആ ഒറ്റ കാര്യം കൊണ്ട് തന്നെ അവസാനം വരെ സംരക്ഷിക്കും. ദൈവത്തിനുമായിട്ട് നമുക്കൊരു സ്പെക്കുലേറ്റീവ് റിലേഷൻസ് ഇമ്പോസിബിളാണ്. ദൈവവുമായിട്ട് ഒരു സ്പെക്കുലേറ്റീവ് റിലേഷൻസ്, ആശയപരമായ ഒരു ബന്ധം ദൈവവുമായിട്ട് റിലേഷൻ സാധ്യമല്ല. ബിക്കോസ് ഗോഡ് ഈസ് എ പേഴ്സൺ, നോട്ട് ഒരു A+B² എന്ന് പറഞ്ഞ പോലെ ഒരു ഓൾജിബ്ര ഇക്വേഷൻ അല്ല ദൈവം. ദൈവം ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയുമായിട്ട് ബുദ്ധിപരമായിട്ടുള്ള ഒരു ബന്ധമല്ല, ഒരു പ്രോബ്ലം സോൾവിങ്ങിൻ്റെ ബന്ധമല്ല നമ്മളുമായിട്ടുള്ളത്. ദൈവമായിട്ടുള്ളത് ആത്മബന്ധമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുക. ദൈവം നമ്മളെ സ്നേഹിക്കുന്നു, നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നു. അതിനൊരു ഉടമ്പടി ജീവിതം. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. പരിശുദ്ധനേ, പരമോന്നത യേശുവേ, ഓടുന്നു ഞാൻ തിരുമുൻപിലാ, അറിവോടെ
ആരാധ്യനേ പരിശുദ്ധനേ പരമോന്നത യേശുവേ അണയുന്നു ഞാൻ തിരുമുൻപിലാ അറിവോടെ നിന്നെ നോക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യയുടെ അമ്മ പറഞ്ഞ കറക്റ്റാണ്. അവളെ മാതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങി. പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പ്രത്യക്ഷയുടെ പ്രാർത്ഥന നിങ്ങൾക്കറിയാമല്ലോ. ഉടമ്പടിയുടെ ആത്മാവെന്ന് പറഞ്ഞാൽ എന്താണ്? പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ്. കാര്യം ഉടമ്പടിയിൽ പറയണത് എന്താണ്? ആദ്യത്തെ പ്രത്യക്ഷ പ്രാർത്ഥന എന്ന് പറയണത് മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ 10-ാം വർഷം തന്ന പ്രാർത്ഥനയാണത്. അപ്പോൾ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ സഭയെ ഏറ്റെടുക്കാൻ വേണ്ടിയാണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന. സഭ ഏറ്റെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങളെപ്പോലുള്ളവർക്ക് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യാനുഭവം കിട്ടണം. അങ്ങനെ ഒരു 10,000 സാക്ഷ്യാനുഭവങ്ങളാകുമ്പോൾ സഭയ്ക്ക് മനസ്സിലാകും ഇത് പ്രത്യക്ഷീകരണം ലോകം മുഴുവനും അറിയേണ്ടതും എല്ലാവർക്കും അനുഗ്രഹം ലഭിക്കേണ്ടതും ആ പ്രത്യക്ഷീകരണത്തിൻ്റെ കണ്ടന്റ് ദുരന്തമുണ്ടാകാൻ പോണ് പ്രാർത്ഥിക്കണം എന്നുള്ള ദൈവത്തിൻ്റെ മനസ്സ് സഭ ഏറ്റെടുക്കേണ്ടതാണ്. അല്ല ഇവിടെ കുറച്ച് പേര് രോഗസൗഖ്യം സംഭവിക്കണമല്ല വിഷയമല്ല ഇത്. അപ്പം അതുകൊണ്ട് തന്നെ ആഴമായ ഉടമ്പടി അനുഭവങ്ങളാണ് അച്ഛൻ എപ്പോഴും നോക്കണത്. ആഴമായ ഉടമ്പടി അനുഭവങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ എപ്പോഴും ശാസിക്കണത്. എന്താ കാര്യം? നിങ്ങളുടെ ദുർമേധസ്സൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് കറക്റ്റ് ആ ഉടമ്പടിയിലേക്ക് നിങ്ങൾ എടുത്തു വെക്കപ്പെടുകയും ഉടമ്പടി ചെയ്തിട്ട് നിലവാരമുള്ള ഞെട്ടിപ്പിക്കുന്ന ഉടമ്പടി ഇടപെടലുകൾ ദൈവം നടത്തണം. ഇന്ന് വരെ ഈ പ്രത്യക്ഷീകരണത്തിന് ആനുപാതികമായ ഒരു ദൈവിക ഇടപെടൽ ഉണ്ടായിട്ടില്ല. അവർ നക്കാപ്പിച്ച അനുഗ്രഹത്തിനും വീട് പോയി ജോലി പോയി വെള്ളം കയറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യേശുവേ സ്തോത്രം വെള്ളം വീട് കിട്ടി ജോലി കിട്ടി PR കിട്ടി യേശുവേ സ്തോത്രം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചെറിയ കലാപരിപാടി അല്ലാതെ വേറെ ഒരു 50% ആൾക്കാരും പ്രത്യക്ഷീകരണത്തെ അഡ്രസ്സ് ചെയ്യണില്ല. പക്ഷെ പ്രത്യക്ഷീകരണത്തെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു തലമുറ ഇവിടെ വരും. പ്രത്യക്ഷീകരണത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ദുരന്തമുണ്ടാകാൻ പോലെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ അമ്മയുടെ പ്രത്യക്ഷീകരണ സന്ദേശം ലോകത്ത് സഭയെ കൊണ്ട് ഏറ്റെടുപ്പിക്കുന്ന യഥാർത്ഥ അഭിഷിക്തർ ഉടമ്പടിയിൽ വരും. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ഉള്ള ഒരുക്കപ്പെടലും നമ്മൾ കാണുന്നുണ്ട്. ചില ആൾക്കാരുടെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അടുത്ത തലമുറ ഇതിനേക്കാൾ യഥാർത്ഥ ഉടമ്പടിയുടെ ആത്മാവിലേക്ക് പ്രവേശിച്ചുകൊണ്ട് പ്രത്യക്ഷീകരണത്തിൻ്റെ ദൈവ വെളിച്ചം കാണിക്കുന്ന സാക്ഷ്യങ്ങൾ പറയുമെന്ന്. അപ്പം അതിനുവേണ്ടിയാണ് ഞാൻ എപ്പോഴും നിങ്ങളെ ആധ്യാത്മികമായിട്ട് ഒരുക്കണത്. വിശ്വാസം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ ദൈവസ്വഭാവത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ടൂള് മാത്രമാണ്. ഫെയ്ത്ത് ഈസ് ഓൺലി ആൻ ഇൻസ്ട്രുമെൻറ്റ് ദറ്റ് മേക്ക് us holy and divine people. ദൈവസ്വഭാവത്തിലേക്ക് നമ്മൾ ഒരുക്കുന്ന ഒരു ടൂളാണ്. അത് ഒരുക്കുന്ന അനുസരിച്ച് വിശ്വാസത്തിൻ്റെ പേരുകൾ ദൈവം മാറ്റിക്കൊണ്ടേയിരിക്കും. വിശ്വാസത്തെ സുഹൃതം കൊണ്ടും സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടും ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും ക്ഷമയെ ഭക്തി കൊണ്ടും ഭക്തിയെ സഹോദര സ്നേഹം കൊണ്ടും സഹോദര സ്നേഹത്തെ ഉപവി കൊണ്ടും സമ്പൂർണമാക്കാൻ നന്നായി ഉത്സാഹിക്കുവിൻ. അപ്പൊ വിശ്വാസത്തെ സമ്പൂർണമാക്കുന്ന ഘടകങ്ങളാണ് എന്തൊക്കെയാണ്? 2 പത്രോസ് 1:5 വിശ്വാസത്തെ സമ്പൂർണമാക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? വിശ്വാസത്തെ സുഹൃതം കൊണ്ടും സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടും ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും ക്ഷമയെ ഭക്തി കൊണ്ടും ഭക്തിയെ ഉപവി കൊണ്ടും സമ്പൂർണമാക്കുവിൻ. അപ്പോൾ ഉപവി എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോഴേ വിശ്വാസം തന്നെയാണ്. അതിന് സമ്പൂർണമാക്കപ്പെട്ട വിശ്വാസ രൂപമാണ് ഉടമ്പടി ഉപവി എന്ന് പറയണത്. അപ്പോഴേ ഇത് സമ്പൂർണമാകുമ്പോഴേ
ഉടമ്പടി ജീവിതമാണ് വിശ്വാസത്തെ സമ്പൂർണ്ണമാക്കുന്നത്. മനസ്സിലായില്ലേ? കാര്യം ഇതെല്ലാം ഈ ജ്ഞാനവും ഈ ഉപവിയും ഈ ക്ഷമയും അതുപോലെ തന്നെ ആത്മസംയമനവും അതുപോലെ തന്നെ പരസ്പര സ്നേഹവും എല്ലാം ഒത്തിണങ്ങിയ സമ്പൂർണ്ണ ദൈവിക പദ്ധതിയാണ് ഉടമ്പടി. ഉടമ്പടി സത്യസന്ധമായ ഒരു മനുഷ്യൻ്റെ അടുത്ത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിശ്വാസം അതിൻ്റെ സമ്പൂർണ്ണ വളർച്ച നിന്നിൽ പ്രാപിക്കും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ ഇത്രയും തിയററ്റിക്കൽ നോളജിന് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനായിട്ടാണ് ദിവ്യ എന്ന് പറയുന്ന സാക്ഷ്യം അവതരിപ്പിക്കപ്പെടുന്നത്. ഇപ്പം ദിവ്യയുടെ വിഷയം അമ്മ എന്താ പറഞ്ഞത്? നീ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലു, മാതാവ് നിൻ്റെ ജീവിതത്തിൽ ഇടപെടുമ്പോൾ ഹെവി വെയിറ്റാണ് സംഭവം. കാര്യം ഇവർക്ക് ജീവനമേ ഉള്ളൂ. അപ്പര് 15 ലക്ഷം കടവുണ്ട്, അനിയത്തിയെ പഠിപ്പിക്കണം. ഇനി ഇവൾക്ക് പഠിക്കേണ്ട സംഭവമാണ്. ജർമ്മനി പോകണമെന്നുണ്ടെങ്കിൽ പഠിക്കേണ്ടത് BSc നേഴ്സിങ്ങിനാണ്. അതുപോലെ തന്നെ ഈ BSc നേഴ്സിങ്ങിന് പഠിക്കുമ്പോൾ തന്നെ ജർമ്മനും പഠിക്കണം. അപ്പോൾ ഇത് പഠിക്കാനുള്ള ആഗ്രഹമുണ്ട്, പക്ഷേ പഠിക്കാനുള്ള കാശില്ല. ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ് നമുക്ക് ആകപ്പാടെയുള്ള ആസ്തിയുള്ളത്. ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കൊരു വിൻഡോ ഓപ്പൺ ചെയ്ത് കിട്ടും. ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു ജനൽ തുറന്ന് കിട്ടും. അപ്പോൾ ദൈവാനുഗ്രഹത്തിൻ്റെ ജനലെന്ന് പറയണത് ഈ GNM പോസ്റ്റ് BSc പഠിക്കാനുള്ള ഒരു ചാൻസാണ്. പോസ്റ്റ് BSc പഠിക്കാനുള്ള ചാൻസ്. ആ പോസ്റ്റ് BSc പഠിക്കാൻ പെട്ടെന്നൊരു ത്രെഡ് കിട്ടി. ഇവൾ പോസ്റ്റ് BSc പഠിക്കാൻ തുടങ്ങും. അങ്ങനെ പഠിക്കാൻ തുടങ്ങുമ്പോൾ എന്നാ പറ്റും? പിന്നീട് ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഇവൾ മറന്നു പോകും. അതാണ് വിഷയം. അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അതായത് മറ്റുള്ളവരെ അടിച്ചേൽപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചില സ്ഥലത്തൊക്കെ ഈ ഒട്ടിച്ചൊക്കെ വെക്കത്തില്ലേ, കാറ്റ് വരുമ്പോൾ പറന്നു പോകും. ഉടമ്പടി ഒട്ടിച്ച് വെക്കാൻ പറ്റത്തില്ല. കാറ്റ് വരുമ്പോൾ പറന്നു പോകും. ഒരു കാറ്റ് വന്നാൽ മതി. ഉടമ്പടി അമ്മ ഒട്ടിച്ച് വെച്ച് ഇവളുടെ ജീവിതത്തിൽ നീ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ല എന്ന് പറഞ്ഞു. പക്ഷേ പഠിത്തം തുടങ്ങിയപ്പോൾ തന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന മുടങ്ങി. 5:30 എഴുന്നേക്കാനൊന്നും പറ്റണില്ല കക്ഷിക്ക്. ഇവിടെ തന്നിരിക്കുന്ന പ്രശ്നം എന്ത്? 5:30 എന്ന് പറയുന്നത് ടൈമാണ്. അതിന് നല്ല ഇൻവെസ്റ്റ് ചെയ്തില്ലെങ്കിൽ എഴുന്നേക്കാൻ പറ്റത്തില്ല. 5:30 പ്രാർത്ഥന നിങ്ങൾ 6:00 ചെല്ലിട്ട് കാര്യമില്ല. ഇറ്റ് ഈസ് ക്യാൻസൽഡാണ്. 5:30 പ്രാർത്ഥന 5:30 തന്നെ ചെല്ലണം. അമ്മ ആദ്യം പറഞ്ഞു. അപ്പം നിങ്ങളുടെ രീതിയിൽ ടൈം മാറ്റാൻ പറ്റത്തില്ല. ഉടമ്പടിയുടെ ഒരു കാര്യവും, ഉടമ്പടി കൃപാസനത്തിന് അമ്മ നൽകിയിട്ടുള്ള സ്വർഗീയമായ വെളിപാടുകളാണ്. അത് നിങ്ങളെ പരിച്ചാരികൾ കൊണ്ട് വീട്ടിൽ പോയി അതൊക്കെ മാറ്റാനൊന്നും പറ്റത്തില്ല. അതിൻ്റെ ഒരു സാധനം മാറ്റാൻ പറ്റത്തില്ല. 5:30 എന്ന് പറഞ്ഞ ഒരു ടൈം ഉണ്ടെന്നെങ്കിൽ ഈ സംഭവം ഉടമ്പടിയുടെ പ്രാർത്ഥന നടക്കണമെന്നാണ്. അല്ല 5:30 6:00 ചെല്ലിയാൽ മതി, 5:30 6 മണിക്ക് ചെല്ലിയാൽ മതി, ഒരു പണി നടക്കത്തില്ല. ആ ടൈം പോയാൽ പ്രാർത്ഥന ക്യാൻസൽഡാണ്. അതെപ്പോഴും കാര്യം അതിന് നല്ല പെയിൻ എടുക്കണം. നല്ല പെയിൻ എടുത്തില്ലെങ്കിൽ 5:30 എല്ലാം പറ്റത്തില്ല. പ്രാർത്ഥന അല്ല പ്രശ്നം, അവിടുത്തെ ടൈമാണ് പ്രശ്നം. പ്രാർത്ഥനയേക്കാൾ പ്രശ്നം ടൈമാണ്. പ്രാർത്ഥന ആർക്കാണ് ചെല്ലാൻ പറ്റാത്തത്? പക്ഷേ ആ ടൈമിൽ എഴുന്നേറ്റ് ചെല്ലണം. അതിൻ്റെ ഡിസിപ്ലിനാണ് അതിൻ്റെ. അത് നിങ്ങൾ തെറ്റിക്കരുത്. ഇവൾ സമയം തെറ്റിച്ചു. ഇവളുടെ എല്ലാ സംഭവവും മാതാവ് ഓപ്പൺ ചെയ്ത ഡോറെല്ലാം മാതാവ് അടച്ചു. നിങ്ങളടച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ട്. അമ്മയുടെ ഡോറും അടക്കും. അതാണ് എൻ്റെ ഒരു വിഷയം. അതാണ് കയ്യ നനയാതെ മീൻ പിടിക്കാമെന്ന് ആരും വിചാരിക്കരുത്. നടക്കത്തില്ല.
നിങ്ങൾക്ക് അങ്ങനെ പറ്റിപ്പ് പരിപാടി ജനിച്ച കാലം മുതൽ ഉള്ളതാണ്, പക്ഷെ അതിന് ഉടമ്പടിയിൽ അഭ്യാസം കാണിക്കരുത്. പറ്റിപ്പ് പരിപാടി ജനിച്ച കാലം മുതൽ ഉള്ളതായിരിക്കും ചിലപ്പോൾ, പക്ഷെ ഉടമ്പടിയിൽ അഭ്യാസം കാണിക്കരുത്. വെറുതെ വന്ന്, അതാണ് ഞാൻ പറഞ്ഞത്, ആലപ്പുഴ വന്ന് പണി മേടിക്കരുത്. എല്ലാം കുളമായി ഇവിടെ പഠിപ്പുമൊക്കെ കുലച്ച് എല്ലാം തീർന്നു. വീണ്ടും ഈ എണി പാമ്പും കളിയിൽ പാമ്പ് കൊത്തി രണ്ടേ കൊണ്ടുവന്ന് വെച്ച്. പിന്നെയും കുറച്ച് കഴിയുമ്പോൾ അമ്മ ഇവളെ പറയടി, അമ്മയുടെ പ്രത്യക്ഷ പ്രാർത്ഥന നീ ഉഴപ്പിയല്ലേ, അതാണിപ്പോൾ എല്ലാം കുപ്പ് കുത്തിയിരിക്കണത്, രണ്ടാമത് തുടങ്ങിയില്ലേന്ന് പറഞ്ഞു. ഇവളെ പൈസക്കേട് നല്ല കൊച്ചാണ്, കുഴപ്പക്കാര്യത്തൊന്നുമല്ല. പക്ഷേ ഉഴപ്പ്, ആത്മീയ കാര്യങ്ങളൊക്കെ ഉഴപ്പ് ആന്തരിക ബോധ്യമില്ലാത്തതുകൊണ്ട് ഉണ്ടാകുന്നതാണ്. ആത്മീയ കാര്യങ്ങളൊക്കെ ഉഴപ്പ് ആന്തരിക ബോധ്യമില്ലാത്തതുകൊണ്ട് ഉണ്ടാകുന്നതാണ്. അടിച്ചേൽപ്പിച്ച് ആത്മീയതയ്ക്ക് ഉണ്ടാകുന്നൊരു കുഴപ്പമാണത്. അതുകൊണ്ട് ഇത് രണ്ടാമത് തുടങ്ങിയപ്പോൾ വീണ്ടും ഇവൾക്ക് പഠിക്കാനും അതുപോലെ തന്നെ ജർമ്മൻ പഠിക്കാനും ഒരച്ഛൻ ഇവളെ സഹായിക്കാവുന്നേറ്റ്. ഇവിടെ റിലേറ്റീവായിട്ടുള്ളൊരു അച്ഛനാണ് വളരെ, പക്ഷേ ഇവർ തമ്മിൽ കണ്ടിട്ടില്ല, പഴയ ഡിസ്റ്റൻ്റ് റിലേറ്റീവാണ്. അച്ഛൻ ഇവളെ സഹായിക്കാവുന്നേറ്റു. അങ്ങനെ അച്ഛൻ ചിലവെല്ലാം മുടക്കി ഇവളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇപ്പം അച്ഛനൊക്കെ ഇപ്പോൾ എങ്ങനെയാണ് പ്രത്യക്ഷപ്പെട്ടത്? അമ്മയുടെ അടുത്ത് എല്ലാ കക്ഷികളും ഉണ്ട്. നമ്മൾ ഈ അഭ്യാസം കാണിച്ചിട്ടാണ് നമ്മുടെ തന്നെ കുതികാലം നമ്മൾ തന്നെ വെട്ടുകയാണേ. അമ്മയുടെ അടുത്ത് എല്ലാ കക്ഷികളും ഉണ്ട്. ഓരോ സമയത്ത് നിന്നെ സഹായിക്കാൻ പറ്റിയ കാര്യങ്ങളെല്ലാം അമ്മയ്ക്കറിയാം. പക്ഷെ നമ്മുടെ കയ്യിൽ ഈ ഫ്രോഡ് പരിപാടി ഉള്ളത് കാരണം ഈ ഫ്രോഡ് ആൾക്കാർക്ക് ഒന്നും ഒന്നാം ദൈവത്തിൻ്റെ ഒരു പ്രശ്നം, ഈ ഏറ്റവും മോസ്റ്റ് മോഡേൺ കമ്പ്യൂട്ടർ പോലെയാണ്. ഒരു എറർ വന്നാൽ ഷട്ട് ഡൗൺ ആയി പോകും. നിനക്കൊരിക്കലും ഒരു ഫ്രോഡ് പാർട്ടിക്ക് ദൈവമായിട്ട് മുന്നോട്ട് പോകാൻ പാടായിരിക്കും. ഭയങ്കര ജാഗ്രത വേണം. ഇതിൻ്റെ വല്ല ഫ്രോഡ് പരിപാടിയും കയറുന്നുണ്ടോ? ഒന്നാമത്തിൽ മറ്റുള്ള ദൈവമായിട്ട് ഇടപെടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ദൈവത്തിന് ഭാവി വർത്തമാനം പോലെ കാണാവുന്നത് കാരണം ഭാവിയിൽ നീ ഉഴപ്പുമ്പോഴും ഇപ്പോഴത് കയറി വരൂട. അതാണ് പ്രശ്നം. നീ ഇതെല്ലാം കഴിഞ്ഞ് ജോലിയും കിട്ടി നിൻ്റെ വഴിയെ പോയി ആരെങ്കിലും വിശ്വാസമില്ലാത്തവനൊക്കെ പ്രേമിച്ച് നീ കല്യാണം കഴിച്ച് വിശ്വാസമില്ലാത്ത കുഞ്ഞുങ്ങളെയും ജനിപ്പിച്ച് ഇതൊക്കെ ദൈവത്തിന് ഇപ്പം അറിയാം. അതാണ് പ്രശ്നം. അതാണ് ഭയങ്കര. നിങ്ങൾ ഭാവി വരെ ഇൻഷുർ ചെയ്തുകൊണ്ട് വേണം ആത്മീയതയിലേക്ക് വരാൻ. അല്ലാതെ ഇന്നിപ്പോൾ കാര്യം കാണാൻ വേണ്ടി ദൈവത്തിൻ്റെ കാലിൽ പിടിച്ചേക്കാം, എന്നിട്ട് ഞാൻ രക്ഷപ്പെട്ട് കഴിയുമ്പോൾ പിശാചിനെ കാലിൽ പിടിക്കാമെന്നൊക്കെ വിചാരിച്ചാൽ ഈ ഫ്രോഡ് പരിപാടിക്ക് ദൈവം നടക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ളൊരു പ്രശ്നം, നിങ്ങളുടെ ഭാവി ജീവിതത്തിൻ്റെ കുറിച്ച് നിങ്ങൾക്ക് സുവിശേഷ വിഹിതവും വിശ്വാസപരവുമായ ഒരു നിലപാടെടുക്കണം. വിശ്വാസത്തിന് വിരുദ്ധമായ എൻ്റെ മരണം വരെ ഞാനൊന്നും ചെയ്യത്തില്ലെന്ന് ദൈവത്തോട് പറയണം. അതാണ് ഉടമ്പടി എന്ന് പറയുന്നത്. ഉടമ്പടിക്കുള്ളിലെ ഉടമ്പടി. ഇപ്പം നിങ്ങൾ ഉടമ്പടി ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ പറയണം, ദൈവമേ ഇതെല്ലാം ഉടമ്പടി കാലം കഴിഞ്ഞാലും വിശ്വാസത്തിന് വിരുദ്ധമായി ഞാനൊരു ജീവിതം ആരുമായിട്ടും ജീവിക്കത്തില്ല എന്ന് ദൈവത്തോട് നിങ്ങൾ നേരത്തെ ഒരു ഇൻറ്റേർണൽ അൺസീൻ കവനൻ്റ് ചെയ്യണം. അത് കാര്യം ദൈവം നിങ്ങൾ ചെയ്തില്ലെങ്കിലും ദൈവം അത് നിരീക്ഷിക്കുന്നുണ്ട്. ചില പെൺപിള്ളേരൊക്കെ ഇവിടെ വന്ന് അച്ഛനെ കാണുന്നില്ലേ, അപ്പം ഈ പരീക്ഷയുടെ തലയെ കൈവെക്കുമ്പോൾ തന്നെ എനിക്കറിയാം ഇത് പൊട്ട ജീവിതത്തിലുള്ള ആളാണ്, ചുമ്മാ ഇപ്പോഴത്തെ കാര്യത്തിന് വേണ്ടി വന്നിരിക്കുകയാണ്. ഞാൻ ആ പിശാചിനോട് മിണ്ടത്തില്ല ഒരിക്കലും. എന്താ കാര്യം? ഇവള് ദൈവത്തെ സോപ്പിട്ട് തൽക്കാലത്തുള്ള കാര്യം അടിച്ചു മാറ്റാൻ വന്നിരിക്കുകയാണ്. ഇവളുടെ ഇവൾ പിശാചിനെ കൊടുത്തിട്ട് വിശ്വാസരാഹിത്യമുള്ള ബന്ധവുമായിട്ട് ജീവിക്കുകയാണ്. അതൊക്കെ എനിക്കറിയാം. അപ്പോൾ പക്ഷേ എന്ത് ചെയ്യാനാണ്? അത്ര വന്ന് പെട്ടില്ലേ, അപ്പം ജസ്റ്റ് തൊട്ട് വിടും, അത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾ ഓർക്കരുത്, നിങ്ങളുടെ ഈ കള്ളത്തടവൊക്കെ ഒന്നും ദൈവം കണ്ടുപിടിക്കണില്ല. നിങ്ങളുടെ എല്ലാ പോക്രിത്തരത്തിനും ദൈവം കുടയും പിടിച്ച് നടക്കണമെന്ന് വിചാരിക്കരുത്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് വേണം ദൈവമായിട്ടുള്ള ഉടമ്പടി ജീവിതം എന്ന് പറയുമ്പോൾ. ഉടമ്പടിക്ക് പുറത്ത് മറ്റൊരു അൺസീൻ ഉടമ്പടി നിങ്ങൾ ഉണ്ടാക്കണം. ഉടമ്പടിക്ക് പുറത്ത് അങ്ങനെ ഉണ്ടാക്കിയില്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബലക്ഷയം ഈ ഉടമ്പടിയെ കയറി പിടിക്കും. ഇപ്പം എന്നാ പറ്റിയത്? കർത്താവിൻ്റെ കയ്യിൽ ആളുകൊണ്ട്, അർത്ഥമുണ്ട്, എപ്പോൾ കൊടുക്കണമെന്നറിയാം, എങ്ങനെ കൊടുക്കണമെന്നറിയാം. പക്ഷെ നമ്മൾ മേടിക്കത്തില്ലല്ലോ.
നമ്മുടെ ഫ്രോഡ് പരിപാടിയും സ്വഭാവം കാരണം വാങ്ങിക്കാൻ അനുവദിക്കരുത്. കുറച്ച് സമയത്ത് ഇങ്ങനെ ഉശിരോടുകൂടി പ്രാർത്ഥിച്ചും പത്രം കൊടുത്തൊക്കെ നടക്കും. 2 ആഴ്ച കഴിയുമ്പോൾ ശങ്കരൻ പിന്നെയും തെങ്ങെ തന്നെ, പ്രാർത്ഥനയും കുറഞ്ഞ് പിന്നെ ഉറക്കമായി, പിന്നെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ 7 മണിയായി, തീർന്ന്. അപ്പം അങ്ങനെ വരുമ്പോൾ എപ്പോഴും ഈ വിഷയത്തിൽ നമുക്ക് വ്യക്തമായ ഒരു ഡിസിപ്ലിൻ ലൈഫ് നമ്മൾ ആദ്യം ദൈവമായിട്ടുള്ള റിലേഷൻ ഉറപ്പ് വരുത്തണം. ഇത് ഉടമ്പടിയിലെ സീരിയസ് വിഷയമാണ്. കാര്യം മുന്തിയ നിലവാരമുള്ള സാക്ഷ്യാനുഭവങ്ങൾ തരാൻ ദൈവം തയ്യാറാണ്, പക്ഷെ മേടിക്കാൻ നമ്മൾ തയ്യാറല്ല. അതാണ് ഞാൻ പലപ്പോഴും കണ്ടുമുട്ടുന്ന ഒരു ദുരന്തമായ സത്യം. തരാൻ ദൈവം തയ്യാറാണ്, പക്ഷെ വാങ്ങിക്കാൻ നമ്മൾ തയ്യാറല്ല. കാര്യം അതിനകത്ത് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. പിന്നെയും ദിവ്യ പഴയതുപോലെ ഭംഗിയായിട്ട് തിരിച്ച് ദൈവത്തിലേക്ക് വരും. അവൾ വന്ന് ഉടമ്പടി എടുക്കും, ഇവിടെ വന്ന് ഉടമ്പടി എടുക്കും. ഉടമ്പടി എടുത്ത് കഴിയുമ്പോഴാണ് ഇവൾക്ക് പുതിയ വാതിൽ തുറന്നു കൊടുക്കുന്നത്. എങ്ങനെയാണ്? ജർമ്മൻ പഠിക്കാൻ, ഫ്രീ ആയിട്ട് പഠിക്കാൻ വേണ്ടി, അതുപോലെ തന്നെ പോസ്റ്റ് PhD പഠിക്കാൻ വേണ്ടി സ്പോൺസർ ആകണത്. പക്ഷേ ആ സ്പോൺസർ ആണെങ്കിലും ഈ ഉടമ്പടി പിന്നീട് ആൾ പിന്നെ പതുക്കെ ഉഴപ്പും. ഉടമ്പടി എടുത്തിട്ട് ഉഴപ്പും. ഉടമ്പടി എടുത്തിട്ട് ഉഴപ്പിക്കുമ്പോൾ എന്നാ പറ്റണമെന്നറിയാമോ? നിങ്ങളെപ്പോഴും ഉള്ള വിഷയം എന്ന് പറയണത്, നമ്മൾ ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇപ്പോൾ ഒരു അത്യാവശ്യം നമ്മളെ തിരക്കി നമ്മൾ ഇങ്ങനെ വറയിട്ടോണ്ടിരിക്കണം വിചാരിച്ചോ. അപ്പോൾ വറയിട്ടോണ്ടിരിക്കുന്ന സമയത്ത് ഉള്ളിയും കടുകിട്ട്, പക്ഷെ ചട്ടകം കാണാനില്ല. നമ്മൾ വറയിട്ടോണ്ടിരിക്കുകയാണ്. എണ്ണയിട്ട്, എണ്ണയ്ക്ക് സ്റ്റവ് കൊടുത്ത് അതിന് കടുകിട്ട് പിന്നെ ഉള്ളിയിട്ട് എന്ന് ഇരിക്കുമ്പോൾ സമയത്ത് അയ്യോ ചട്ടകം എന്തേന്ന് ഇരിക്കും, ചട്ടകം കാണാനില്ല. പിന്നെ അവിടെ കിടന്ന് കാറിക്കൂവി ലോകം മുഴുവനും പുളർന്ന് ചട്ടകം എവിടുന്നെങ്കിലും ഒപ്പിച്ചെടുക്കും. 2 ഇളക്കിളക്കിയിട്ട് പിന്നെ ചട്ടകം എവിടെ വെക്കണമെന്ന് ആ ബോധമില്ല, ചട്ടകം പോയി. അടുത്ത വറയിടുമ്പോഴാണ് ചട്ടകം തിരക്കണത്. പിന്നെ ഈ മന്ദബുദ്ധിയുടെ പ്രശ്നം അതാണ്. കാര്യം ആ കാര്യം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇവർ ചട്ടകം ഡിസ്പോസ് ചെയ്യും. ചട്ടകം എവിടെ വെച്ചെന്ന് ഇവർക്ക് അറിയാൻ പറ്റില്ല. അവർ ചോറും വിളമ്പി ആ പാത്രവും കഴിയൊക്കെ വെച്ച് പിന്നെയും ഒരു പ്രശ്നം വരുമ്പോഴാണ് അയ്യോ ചട്ടകം എന്തേന്ന് തിരക്കണത്. അതുപോലെയാണ് പലപ്പോഴും ഉടമ്പടിക്ക് സംഭവിക്കുന്നത്. ഓരോ വിഷയം നേടിക്കഴിയണവരെ ആക്രാന്തം കാണിച്ച് കർത്താവിൻ്റെ കൂടെ നിൽക്കും. നേടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഉടമ്പടി ഉപേക്ഷിക്കും. പിന്നെ കുർബാനയില്ല, കുമ്പസാരമില്ല, അതുപോലെ തന്നെ ഉപയോഗപ്രവർത്തനങ്ങളില്ല, അതിയായ സന്ദർശനമില്ല. ഇങ്ങനെ പിന്നെയും സാധനം താഴേക്ക് വരും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ പിന്നെയും എന്തെങ്കിലുമൊക്കെ കാണിച്ചു പോയിക്കോട്ടും. അപ്പോൾ ഇങ്ങനെ എല്ലാം കാണിച്ചു കൂട്ടുന്ന പരിപാടികളാണ് ഉള്ളത് ഉടമ്പടിയിൽ പലതും. പലർക്കും പറഞ്ഞ അബദ്ധം ദൈവത്തിനറിയാം. ഇതെല്ലാം കാണിച്ചു കൂട്ടുകയാണ്. എന്തൊക്കെ അടിച്ചു മാറ്റാൻ വേണ്ടി, ദൈവത്തിൻ്റെ എന്തൊക്കെ അടിച്ചു മാറ്റാൻ വേണ്ടി എന്തൊക്കെ കാണിച്ചു കൂട്ടുന്ന വരും. അല്ല, ആത്മബന്ധവും ആ ദൈവിക സ്വഭാവത്തിലേക്ക് ആ വ്യക്തി പ്രക്രിയപരമായിട്ട് വളർന്നു വരണത് ഒന്നും ഇല്ല സംഭവം. അതുതന്നെ ഇവക്കും സംഭവിച്ചത്. പക്ഷെ ഈ ഒറ്റ നടക്ക പോകത്തില്ല. റൈറ്റിങ് ഒരു പരീക്ഷ പോയി എഴുതി, ഗോവയിൽ പോയി എഴുതിയതാണ്. ഉടമ്പടി ഉഴപ്പി ഒരു പരീക്ഷ എഴുതിപ്പോയി, ഗോവയിൽ പോയി എഴുതി. 4 മൊഡ്യൂൾസാണ് ഉള്ളത്. റൈറ്റിങ്, സ്പീക്കിംഗ്, റീഡിങ്, ലിസണിങ്. പാവം 4ലും തോറ്റ്, കാശും പോയി. 1 ലക്ഷം രൂപ വേണം ഇതൊക്കെ എടുക്കണമെങ്കിൽ. ഇങ്ങനെ തോക്കണതനുസരിച്ച് 1 ലക്ഷം പോയിക്കൊണ്ടിരിക്കും. ഇല്ലാത്ത വീട്ടിൽ നിന്ന് മാന്തി തിരികണത്. അപ്പനും അമ്മയും രോഗിയായി. അപ്പോൾ ഒരേ കളിയും കച്ചവടം പോണ സംഭവമേ. എന്തെങ്കിലും ഒരു തൽക്കാലത്തേക്ക് ഇങ്ങനെ ചൂണ്ടയിട്ട് ചെറിയ മീൻ ഇട്ടിട്ട് വലിയ മീൻ പിടിക്കാമെന്നും പറഞ്ഞ് ചൂണ്ടയിടാൻ വേണ്ടിയാണ് ഈ ഉടമ്പടിക്ക് വരുന്നത്. ചില ആൾക്കാർ വന്നത് വലിയ മീൻ പിടിച്ചത് അവസാനം നിങ്ങളെയും കൊണ്ട് അത് പോകും. അതാണ് വിഷയം. അപ്പോൾ ബുദ്ധിമോശവ, അടിവലിവ ഒന്നും ഉടമ്പടി കാണിക്കരുത്. ദൈവത്തോടാണ്. എന്തെങ്കിലും നേടിയെന്ന് പറയുമ്പോൾ പിന്നെ പ്രാർത്ഥനയില്ല, ഉപവാസമില്ല, ആദ്യം കാണിച്ച തീഷ്ണതയില്ല. ഏറ്റവും വലിയ ഗതികേട് ദൈവം ഇത് നോക്കിക്കൊണ്ടിരിക്കണം എന്നാണ് പറയണത്. നിങ്ങൾ വിചാരിക്കേണ്ട ദൈവം നോക്കണില്ലെന്നാണ്.
ദൈവം നോക്കിക്കൊണ്ടിരിക്കണം എന്ന് പറയണം. നിങ്ങളുടെ ആത്മീയ വളർച്ചയും തളർച്ചയും ദൈവം അസസ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ബൈബിൾ തീരാൻ നേരത്ത് ഇങ്ങനെ പറയണത്, നിനക്ക് മുമ്പുണ്ടായിരുന്ന സ്നേഹം ഇന്നില്ലെന്ന് പറയണില്ലേ? ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയാറുണ്ട് അല്ലേ? വെളിപാട് 2 പറഞ്ഞ വായിച്ചേ. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. വെളിപാട് 2:4. വെളിപാട് 2:4. എങ്കിലും നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട്. നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവിടിഞ്ഞു. അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്നാണ് അധപ്പതിച്ചതെന്ന് ചിന്തിക്കുക. അനുദപിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക. ഏതവസ്ഥയിൽ നിന്നാണ്? അധപ്പതനം എന്നാ വിളിക്കണത് ഈ സംഭവത്തിന്. ഉടമ്പടിയിൽ എന്തെങ്കിലും തരത്തിൽ നിനക്ക് പാളിച്ച പറ്റിയ ദൈവം അതിനെ വിളിക്കണ പേര് അധപ്പതനം എന്നാണ്. ഈ അധപ്പതനച്ച് വാദപ്പനിയും പിടിച്ച് പോയിരിക്കുന്ന പണ്ടാരത്തിന് ദൈവം തിരിഞ്ഞു നോക്കത്തില്ല. അധപ്പതിച്ച സാധനമാണത്. അതുകൊണ്ട് ഏത് അവസ്ഥയിൽ നിന്നാണ് നീ അധപ്പതിച്ചത് എന്ന് ചിന്തിക്കുവാൻ ആ അവസ്ഥ വീണ്ടെടുക്കേണ്ടി വരും. ഇപ്പം 3-4 തോറ്റില്ലേ, പിന്നെ ഇവളിനെ തോക്കും. 2 കൊല്ലം മൊത്തം തോക്കുമ്പോൾ കുടുംബം വെളുത്ത് വരും. പിന്നെ ഉടമ്പടി ഇവിടെ കറക്റ്റ് ചെയ്യും. ഇതിൻ്റെ ആവശ്യമില്ലേ? ഉടമ്പടി പോലെ ടൈം ഷോർട്ട് ചെയ്യണ ഒരു സംഭവം ലോകത്ത് ഇന്ന് വരെ ഇല്ല. ടൈം ഇങ്ങനെ തോറ്റ് ലാഗ് ചെയ്യുമ്പോൾ അർത്ഥം എന്താണ്? ആ ഉടമ്പടി ദൈവം അംഗീകരിച്ചിട്ടില്ലെന്നാണ്. എന്താണ് ഉടമ്പടിക്ക് പകരം എന്തോ ഉടായിപ്പാണ് ഇവൾ ചെയ്തിരിക്കണത്. പിന്നെ ഇവൾക്ക് ചില ആൾക്കാർ 3ാമത് പുതുക്കിയാലേ പഠിക്കത്തുള്ളൂ. അതാണ് ഞാൻ നിങ്ങളോട് പറയണത്. അച്ഛൻ്റെ ടോക്ക് നിങ്ങൾ എപ്പോഴും കേട്ടോണ്ടിരിക്കണമെന്ന്. അച്ഛൻ്റെ ടോക്ക് കേൾക്കാതെ വരുമ്പോഴാണ് പതുക്കെ ഈ കാര്യം അറിയാതെ പ്രത്യക്ഷീണ പ്രാർത്ഥനയും ഉപ്പുതൂള്ളലുമായിട്ട് അവസാനിപ്പിക്കുന്നത്. ഒന്നും അറിയണില്ലല്ലോ, എങ്ങനെയാണ് ദൈവം പ്രവർത്തിക്കണമെന്ന് അറിയത്തില്ല. അത് 2 കാര്യങ്ങൾ ചെയ്യണം നിങ്ങൾ ഹോംവർക്കായിട്ട്. ഒന്ന്, ഉടമ്പടി ധ്യാനം കൂടണം എല്ലാ ചൊവ്വാഴ്ചയും. അത് ഷെയർ ചെയ്യണം. പിന്നെ എന്ത് ചെയ്യണം? പിന്നെ സാക്ഷ്യങ്ങൾ കേൾക്കണം, അത് ഷെയർ ചെയ്യണം. ദൈവത്തിന് എപ്പോഴും നമ്മൾ ദൈവത്തിരുസന്നിധി നമ്മൾ അക്കൗണ്ട് ലോസിൽ നിൽക്കരുത്. അക്കൗണ്ട് ക്ലിയർ ആയിരിക്കണം. അവിടെ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പരിപാടിയാണ് ഉടമ്പടി. ഇവൾ തോറ്റ് അവസാനം ഉടമ്പടി എല്ലാം കറക്റ്റ് ചെയ്യാൻ തുടങ്ങി. ഉപവി പ്രവർത്തനങ്ങൾ ചെയ്യാൻ തുടങ്ങി. അനാഥാലയങ്ങളിൽ പോകാൻ തുടങ്ങി. കുർബാന മുടക്കാതിരിക്കാൻ തുടങ്ങി. കുടുംബ പ്രാർത്ഥന കറക്റ്റ് ചെയ്ത് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്ത് എല്ലാം പിന്നീട് ഏത് അവസ്ഥയിൽ നിന്നാണ് അധപ്പതിച്ചത് എന്ന് ചോദിച്ചിട്ട് എന്താ ബൈബിൾ പറയണത്? നീ ആ അവസ്ഥയിലേക്ക് തിരിച്ചു വരണമെന്ന്. അതാണ് വിഷയം. ഉടമ്പടി തിരിച്ചു വരണം. ഇവിടെ തിരിച്ചു വന്നു. ദിവ്യ തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോഴെന്താ സംഭവിക്കണത്? തിരിച്ചു വന്നപ്പോൾ അവൾ ഉടമ്പടിയുടെ പ്രയോഗങ്ങളെല്ലാം പഠിച്ചു. അപ്പോൾ ഉടമ്പടിയുടെ ക്ലാസ്സിൽ, ഇവരുടെ ക്ലാസ്സിൽ പേന വരെ അവിടുന്ന് തരികയാണ്. നമ്മുടെ കയ്യിൽ ഒന്നും ഉണ്ടാകാൻ പാടില്ല. എന്നിട്ട് ഇവൾ ജീൻസിൻ്റെ പോക്കറ്റിൽ 2 തരി ഉപ്പെടുത്തിട്ട്, അപ്പോൾ ആളിപ്പോൾ വിശ്വാസത്തിലേക്കായി, ഉടമ്പടി വിശ്വാസ പ്രയോഗത്തിലേക്കായി. എന്നിട്ട് ഈ ഉടമ്പടി കാശിരം എടുത്തിട്ട് ബെൽറ്റിൻ്റെ ബക്കിൾസിൻ്റെ ഉള്ളിലാക്കി. അപ്പോൾ കണ്ട ബക്കിൾസ് എന്നേ പറയത്തുള്ളത്. എന്നിട്ട് പീരീഡ്സ് വരുമ്പോൾ പെൺപിള്ളേർ വയറ് പൊത്തത്തില്ല, വേദനിച്ച്. അതുപോലെ വയറും പൊത്തിയാണ് അകത്ത് കയറണം. അപ്പോൾ അവർ ഓർത്ത് ഇതിൻ്റെ എന്താ മറ്റ് വേദന വല്ലതും ആണെന്ന് വിചാരിച്ചുകൊണ്ട് അവർ പരിശോധിക്കാനൊന്നും നിന്നില്ല. സംഭവം പൊത്തിപ്പിടിച്ചിരിക്കുന്നത് എന്താണ്? മാതാവിൻ്റെ കാശുരൂപമാണ്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് ഏത് അവസ്ഥയിൽ നിന്നാണ് അധപ്പതിച്ചത് എന്ന് ഇനിയിപ്പോൾ മനസ്സിലായി. എന്താണ്? അമ്മയല്ലാതെ ഇനി മേൽഗതി ഇല്ലെന്ന് മനസ്സിലായി. അത് അനുഭവങ്ങളിലൂടെയാണ്. ഉഴപ്പി പണി മേടിച്ച് പഠിച്ചതാണേ. ഇപ്പം അവർക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി. അവസാന കാലങ്ങളിൽ എല്ലാ പാസ്പോർട്ടിൻ്റെ ഓരോ പേജിനും ഉടമ്പടിത്തല അവൾ തേക്കും. ദൈവത്തിനിപ്പോൾ ബോധ്യപ്പെട്ട് ഇത് കർത്താവിൻ്റെ കുഞ്ഞാണെന്നുള്ളത് ദൈവത്തിന് മനസ്സിലായി. കാര്യം എന്താണ്?
അവൾ അത്രയ്ക്ക് താഴേക്ക് വന്നിട്ട് എൻ്റെ കഴിവല്ല കർത്താവേ, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അപ്പോൾ റൈറ്റിങ്ങിൻ്റെ പരീക്ഷയ്ക്ക് ആണ് എപ്പോഴും പ്രശ്നം. റൈറ്റിങ്ങിൻ്റെ പരീക്ഷയ്ക്ക് ഇത്രയും കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതാൻ പോയിട്ട് അവൾ മാത്രം ജയിച്ചു. അതാണ്. അപ്പം നിലപാടിലേക്ക് വരുമ്പോൾ വിഷയം മാറും. നിലപാടിലേക്ക് വരുമ്പോൾ വിഷയം മാറും. ദൈവത്തിൻ്റെ മക്കളെ ഏറ്റവും പ്രശ്നമേ, നിങ്ങൾ നിങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കണത്. ദൈവത്തെക്കുറിച്ച് ചിന്തിക്കണം. എന്നിട്ട് ഉടമ്പടി കറക്റ്റ് ചെയ്യണം. അപ്പം ഞാൻ ഈ ഉടമ്പടിയിലാണെന്ന് ദൈവത്തിന് തോന്നിയാൽ, അങ്ങനെ ദൈവത്തിന് ഒരു നിമിഷം തോന്നിയാൽ മതി നിങ്ങൾ ഉടമ്പടിയിലാണെന്ന്. അതിൻ്റെ റിസൾട്ട് ഉടനെ വരും. പിന്നെ എന്താ പറയണത്? പിന്നെ ആൾ ക്ലിയറായി ഉടമ്പടി മെയിൻറ്റെയിൻ ചെയ്യാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്നാണ് പിന്നെ ഇൻ്റർവ്യൂ നടക്കുന്നത്. പെട്ടെന്ന് വിസയായി. ഇന്ന് ദിവ്യ കയറിപ്പോകാണ് ജർമ്മനിയിലേക്ക് ഈ ഞായറാഴ്ച. അതെന്താ വ്യത്യാസം നോക്കിയേ? ആ പ്രോസസ്സിങ് കണ്ടില്ലേ? ഒരു GNM നേഴ്സ് എത്ര പെട്ടെന്നാണ് ആ ഒരു ഉടമ്പടി എന്ന ഒരു പ്രത്യക്ഷീകരണ പ്രാർത്ഥനയെ തുടങ്ങി ഉടമ്പടിയിലൂടെ എങ്ങനെയാണ് ഒരു ജീവിതം മൊത്തം തിരിച്ചു പിടിക്കണത്. അപ്പം അമ്മയ്ക്ക് നീ എത്ര തകർന്ന് കിടക്കുകയാണെങ്കിലും നിന്നെ ഉയർത്താൻ അമ്മയ്ക്ക് പറ്റും. പക്ഷെ നീ എന്ത് ചെയ്യണം? നീ ആദ്യം ഉടമ്പടിയിൽ ആ ഉടമ്പടിക്ക് അനുയോജ്യമായിട്ടുള്ള ജീവിത രീതി കൈവരിച്ചിട്ട് ദൈവത്തിന് തോന്നണം നീ ഉടമ്പടിയിലാണെന്ന്. അവിടുന്ന് തൻ്റെ ദാസിയുടെ വിനീത അവസ്ഥ ഉണ്ടാ, നോട്ട് ബൈ മെറിറ്റ്, എൻ്റെ കഴിവല്ല കർത്താവേ, ഇനി ഞാൻ രക്ഷപ്പെടുകയാണെങ്കിൽ അത് നിൻ്റെ കഴിവ് കൊണ്ട് മാത്രമാണ്. അത് പറയാനാണ് ഈ ഉടമ്പടിയുടെ നേർച്ച വസ്തുക്കൾ, ഉടമ്പടി കാശുരൂപ, ഉടമ്പടി തൈല, ഉടമ്പടി ഉപ്പ് എല്ലാം പ്രയോഗിക്കുന്നത്. അവസാനത്തെ പിടിവള്ളി പോലെ അപ്പം ദൈവത്തിന് തൻ്റെ ദാസിയുടെ വിനീത അവസ്ഥയെ ദൈവം തെക്കൻ പാർത്തിട്ട് അവളെ ലിഫ്റ്റ് ചെയ്ത് വിടും. നീ എത്ര താഴ്ന്നു കിടന്നാലും നിന്നെ ഉയർത്താനുള്ള പോംവഴികളും പദ്ധതികളും ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. ആ ബ്ലൂ പ്രിൻ്റ് വാങ്ങിക്കാൻ വേണ്ടി നീ ഉടമ്പടിയെ അർത്ഥവത്തായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ഇന്നു മുതൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓരോ പുതുക്കവും ദൈവ സ്വഭാവത്തിലേക്കുള്ള പുതുക്കമായി മാറാൻ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. വ്യക്തിപരമായ പ്രാർത്ഥനകളുടെയും ജീവിത സമർപ്പണ പ്രാർത്ഥനകളുടെയും സമയമാണ്. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. പിതാവേ നന്ദി, പിതാവേ മഹത്വം, പിതാവേ ആരാധന. ദിവ്യകാരുണ്യത്തെ പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും
പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദിവ്യകാരുണ്യനാഥ, മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ആത്മാവാൽ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, വലിയ വലിയ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ദിവ്യകാരുണ്യത്തെ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും മൗനമായിട്ട് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ വിഷയങ്ങളും സമാനമായിട്ടുള്ള ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളെയും കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷയായ ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം.
അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ കൂടി നാളിതുവരെ കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു പോയിട്ടുള്ള മുഴുവൻ മക്കളെയും, ഓൺലൈനായി ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കളെയും, ലൈറ്റ് ക്യാൻഡിൽ പ്രയർ വഴിയായിട്ടും അവർ ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിലൂടെയും എല്ലാം തങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കുന്ന ഓരോ മക്കളുടെയും വ്യക്തിപരമായ ആവശ്യങ്ങളെ ഞങ്ങൾ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏറെ പ്രത്യേകമായിട്ട് ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളുടെ പ്രത്യേകമായ നിയോഗങ്ങളെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഗുരുതരമായിട്ടുള്ള രോഗാവസ്ഥകളിലൂടെ കടന്നു പോകുന്ന മക്കളെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കടഭാരത്താൽ വലയുന്നവരെയും, ജോലിയില്ലാതെ വിഷമിക്കുന്നവരെയും, വിവാഹബന്ധം പിരിഞ്ഞു നിൽക്കുന്നവരെയും, മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികളെയും, കുഞ്ഞു മക്കളെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ ശക്തി എല്ലാ മേഖലകളിലും ഈ ആരാധനയുടെ യോഗ്യതയാൽ പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിൽ നടന്ന പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി മക്കളുടെ നിയോഗങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് കരങ്ങളടിച്ചുകൊണ്ട് ദൈവസ്നേഹത്തോടെ സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തി ഗായക സംഘത്തോട് ചേർന്നുകൊണ്ട് പാടി പ്രാർത്ഥിക്കും. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ചേർന്ന് പാടാം. സമാധാന സന്തോഷം ആരാധിക്കുമ്പോൾ ആരാധിക്കുമ്പോൾ ചേർന്ന് ആരാധിക്കുമ്പോൾ ആരാധിക്കുമ്പോൾ സമാധാന സന്തോഷം സമാധാന സന്തോഷം നല്ലവൻ അവൻ നല്ലവൻ ആരാധിക്കുമ്പോൾ ആരാധിക്കുമ്പോൾ സൗഖ്യം ആരാധിക്കുമ്പോൾ ആരാധിക്കുമ്പോൾ സൗഖ്യം സമാധാന സന്തോഷം സമാധാന സന്തോഷം സ്തുതികട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. മക്കളെ, രോഗസൗഖ്യ പ്രാർത്ഥനയും ജീവിത ദുരിതങ്ങൾക്കെതിരെയുള്ള ദൈവിക നിർദ്ധാരണ പ്രാർത്ഥനയാണ് മക്കളെ സ്തുതിച്ചുകൊണ്ടിരുന്നാൽ മതി. അച്ഛൻ കൈയുയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ഇടിമുഴക്കം പരിശോധിക്കണം. കർത്താവ്, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവെ നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ
മാരകരോഗങ്ങൾ, തീരാവേദികൾ, ജീവിത ദുരിതങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നടുവേദനയുള്ളവർ, പിസ്തുല രോഗികൾ, PCOD രോഗികൾ, കിഡ്നി രോഗികൾ, ശ്വാസകോശ രോഗികൾ, കരൾ രോഗികൾ, കിഡ്നി രോഗികൾ, ഹൃദയത്തിന് വാൽവിന് ബ്ലോക്കുള്ളവർ, സിസ്റ്റുള്ളവർ, ശരീരത്തിൽ മുഴയുള്ളവർ, ത്വക്ക് രോഗികൾ, കർത്താവേ, ഉച്ച മുതൽ ഉള്ളംകാൽ വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. മാരക രോഗങ്ങൾ ദൈവിക ശക്തിയാൽ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ. സുഖപ്പെട്ടുകൊണ്ട് അങ്ങയുടെ നാമത്തെ ഈ ആരാധനയിലൂടെ മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സുഖമായി എൻ്റെ ഉള്ളം ഒരുങ്ങുന്നു മേരി സദയം തുമേരി സുഖമായി എൻ്റെ ഉള്ളം. പ്രിയമുള്ളവരെ, വീടില്ലാത്തവർ, ജോലിയില്ലാത്തവർ, ജപ്തിനോട് നേരിടുന്നവർ, വിവാഹം ഒത്തുവരാത്തവർ, വിവാഹ കേസിൽ കിടക്കുന്നവർ, മക്കളുടെ ദുർനടപ്പുകൾ, സാമ്പത്തിക കടങ്ങൾ, PR നഷ്ടപ്പെടുന്നവർ, വിസ പുതുക്കാനുള്ളവർ, നാട്ടിൽ ജോലി അന്വേഷിക്കുന്നവർ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, പരീക്ഷ എഴുതാൻ പോകുന്നവർ, എല്ലാവരും ഓർത്ത് പ്രാർത്ഥിച്ച സമയമാണ്. ഇടിമുഴക്കം പരിശോധിക്കട്ടെ. കർത്താവ്, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവെ, ജോലിയില്ലാത്തവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ, ജോലി നഷ്ടപ്പെട്ടവർ, പ്രൊമോഷൻ നഷ്ടപ്പെട്ടവർ, ട്രാൻസ്ഫർ പ്രതീക്ഷിക്കുന്നവർ, അവരെല്ലാവരും അനുഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കുന്ന കർത്താവെ, വിസ പ്രോസസ്സിലിരിക്കുന്നവർ, വിസ പുതുക്കി കിട്ടാത്തവർ, അവിടെ കണ്ണുനീര് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, വിവാഹ തടസ്സമുള്ളവർ, വിവാഹത്തിന് കേസുള്ളവർ, പുറംപഴി വിൽക്കാനുള്ളവർ, വഴിയില്ലാത്തവർ, വീടില്ലാത്തവർ, ലോൺ അനുവദിക്കപ്പെടാത്തവർ, എല്ലാ തരത്തിലുള്ള വേദന അനുഭവിക്കുന്നവർ, കേസിൽ അകപ്പെട്ടിരിക്കുന്നവർ, അനുകൂലമായ വിധിന്യായങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, പുരുഷൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അങ്ങയുടെ നാമത്തെ ഈ ആരാധനയിലൂടെ മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ. മുട്ടേ നിൽക്കുക. സമാപന ആശീർവാദം. മുട്ടേ നിൽക്കുക. ഫെബ്രുവരി മാസം പരീക്ഷാ മാസമാണ്. SLC മക്കൾക്ക് വേണ്ടി ഈ ആഴ്ചയിൽ, ഈ മാസങ്ങളിലെല്ലാം ആൾക്കാരെ പ്രാർത്ഥിക്കുന്നതായിരിക്കും. മക്കളെ കൊണ്ടുവരണം. പക്ഷേ അമ്മയായിരിക്കണം ഉടമ്പടി എടുത്തിരിക്കുന്നത്. അമ്മ ഉടമ്പടി എടുത്തിട്ട് അമ്മയുമായിട്ടാണ് മക്കൾ വരണത്. അപ്പോൾ ആ ഉടമ്പടി പേപ്പർ നോക്കിയിട്ടാണ് മക്കൾക്ക് ചീട്ട് കൊടുക്കണത്. അല്ലാതെ മക്കൾ വന്നിട്ടൊരു കാര്യമില്ല. അമ്മ ഉടമ്പടി എടുത്തിട്ട് അമ്മയുടെ ഉടമ്പടിയിലായിരിക്കും SLCക്കാർക്ക് ചീട്ട് കൊടുക്കണം. പക്ഷേ +2കാർ ഉടമ്പടി എടുക്കണം. +2ന് മേലോട്ടുള്ള എല്ലാ ആൾക്കാരും മക്കൾ ഉടമ്പടി എടുക്കണം. സ്വന്തമായിട്ട് ഉടമ്പടി എടുക്കണം. അമ്മയുടെ ഉടമ്പടി സ്വീകാര്യമല്ല. +2കാർക്ക് അമ്മയുടെ ഉടമ്പടി സ്വീകാര്യമല്ല. അവർക്ക് പ്രായമായി, ഉടമ്പടി മനസ്സിലാകും, അവർ പങ്കെടുത്ത് ചെയ്യുന്നുണ്ട്. പക്ഷേ SLCക്കാർക്ക് പ്രാർത്ഥനയും കാശുരവും ആശീർവാദവും ഒക്കെ നൽകും, സൈത്ത് പ്രാർത്ഥനയും നൽകും. പക്ഷേ അമ്മയുടെ ഉടമ്പടി എടുത്താൽ മതി. ഓക്കെ അല്ലേ? ഞായറാഴ്ചയും വ്യാഴാഴ്ചയും അച്ഛനെ കാണാൻ പറ്റത്തില്ല. അന്ന് ഞാൻ വേറെ ഡ്യൂട്ടി എടുക്കുന്ന ദിവസങ്ങളാണ് എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നത്. പിന്നെ അച്ഛന് ഇവിടെ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ വിളിച്ച് ചോദിക്കണം. പലപ്പോഴും ചിലപ്പോൾ സീരിയസ് ആയിട്ടുള്ള വിഷയത്തിൽ അച്ഛൻ പുറത്തു പോകും. സീരിയസ് ആയിട്ടുള്ള കാര്യത്തിനെ പോകത്തുള്ളൂ. പക്ഷേ അത് നിങ്ങളത് അന്വേഷിച്ചിട്ട് വേണം. അച്ഛനെ കാണാൻ നിർബന്ധം ഉണ്ടെങ്കിൽ അവർ പകൽ വരണം, നേരത്തെ രാവിലെ വരണം. കാര്യം ഉച്ച കഴിഞ്ഞ് വന്നിട്ട് ഉടമ്പടി എടുത്തിട്ട് നിങ്ങൾ തിരിച്ച് 4.5 മണിക്കൂർ എടുക്കും ഉടമ്പടി എടുക്കാൻ. അടുത്ത വരുമ്പോൾ ഞാൻ 4 മണിക്ക് ക്ലോസ് ചെയ്യും. കാര്യം അച്ഛനെ കാണാനുള്ളവർ ഉടമ്പടി അന്ന് എടുക്കാത്തവരാണെങ്കിൽ എടുക്കേണ്ടത് രാവിലെയാണ് ഉടമ്പടി എടുക്കേണ്ടത്. പക്ഷേ ഉടമ്പടി എടുക്കാൻ വേണ്ടി ഉടമ്പടി എടുത്തിട്ട് അച്ഛനെ കാണാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് രേഖാമൂലമാണ് കാണാൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് വേണം. ഇപ്പോൾ SLC പരീക്ഷക്കാരാണെങ്കിലും ഹോൾ ടിക്കറ്റ് കയ്യിൽ വേണം. അല്ലാതെ ഇവന് SLC ആണെന്ന് പറഞ്ഞ് വന്നിട്ട് കാര്യമില്ല. പരീക്ഷയുടെ പേപ്പർ എന്തെങ്കിലും കയ്യിൽ വേണം. ഇപ്പോൾ കല്യാണം കഴിക്കാത്തവർക്കാണെങ്കിൽ അതിൻ്റെ അപേക്ഷ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപേക്ഷ
ഒരു അപേക്ഷയും ഇല്ലാതെ നിങ്ങൾ അൾത്താര വരരുത്. അവിടെ നിന്ന് ഓഫീസിൽ നിന്ന് ചീട്ട് കിട്ടിയാലും അൾത്താരയിൽ നിങ്ങളുടെ രേഖയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ സ്വീകരിക്കത്തില്ല. നിങ്ങൾ പറയുന്ന കാര്യത്തിൻ്റെ പ്രൂഫ് അത് മാതാവിൻ്റെ അടുത്ത് വെച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണല്ലോ ആൾക്കാർ ചെയ്യണത്. ഇപ്പോൾ രേഖയൊന്നുമില്ല, കയ്യും വരുത്തിക്കൊണ്ട് ഞാൻ മദ്യപാനിയാണെന്ന് പറഞ്ഞ് വന്നിട്ട് കാര്യമില്ല. മദ്യപാനിയാണെങ്കിൽ അത് എഴുതി തരണം ഇങ്ങോട്ട്. നമുക്ക് സമാപനാശീർവാദം. ശ്രുതികട ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ സമയം നൽകുന്നത്. കൃപാസനത്തിൽ എല്ലാ ദിവസവും മരിയൻ ഉടമ്പടി എടുക്കാനും പുതുക്കാനുമുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ 10:30 ഇംഗ്ലീഷ് മരിയൻ ഉടമ്പടി ക്ലാസ്സും ഉച്ചകഴിഞ്ഞ് 1:30 ഹിന്ദി മരിയൻ ഉടമ്പടി ക്ലാസ്സും രണ്ടാം ചൊവ്വാഴ്ചകളിൽ തമിഴ് മരിയൻ ഉടമ്പടി ക്ലാസ്സും രാവിലെ 10 മണിക്ക് ഉണ്ടായിരിക്കുന്നതാണ്. കൃപാസനത്തിൽ സമർപ്പണ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന യുവതികൾ, +2 ഡിഗ്രി പാസ്സായ കുട്ടികൾ 82 81 29 75 11 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. അതുമല്ലെങ്കിൽ apparitionmissionaries@gmail.com എന്ന ഇമെയിൽ അഡ്രസ്സിൽ കോൺടാക്റ്റ് ചെയ്യുക. കൃപാസനം പത്രം 23 ഭാഷകളിൽ ലഭ്യമാണ്. നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഏത് ഭാഷ കൊടുത്താൽ ദൈവജനത്തിന് ഏറ്റവും പ്രയോജനകരമാകും എന്നുള്ള ഭാഷകളാണ് ഉടമ്പടി എടുക്കുന്ന സഹോദരങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകേണ്ടത് എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു.